കാണിച്ചു തരാൻ പറ്റുന്ന 2 സ്റ്റുഡൻസ് ആണ് നമ്മുടെ കൂടെ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്യാനുണ്ടാവുക. സോ ദിസ് ഇസ് മോർ ദാൻ just a guidance section. This is more of an interactive section where you can ask us questions. We'll all be like interacting together. അങ്ങനത്തെ ഒരു സെഷൻ ആണ് ഉണ്ടാവുക. So at the end of the like after അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം you will be getting time to ask the questions also. So yeah, that's it. അപ്പൊ നമ്മള് നിങ്ങൾക്ക് CUET UG എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമിന്റെ ആ ഒരു വേൾഡിലേക്ക് we welcome you all. And yeah, that's it. So first of all, I'm going to introduce the first speaker of our session. Her name is Surya Gayatri. Surya Gayatri, Deen Dayal Singh College le 3rd year BA Economics Honors student aanu. So she's not just a student മാത്രമുള്ള ഒരു ടാഗ് മാത്രമല്ല. So there is a 180 DC എന്ന് പറഞ്ഞൊരു student led consulting group ഉണ്ട്. So she's a editorial head of that consulting group in our college, as well as college annual magazine team chief editorial head aanu. So I welcome Surya Gayatri, and yeah, that's it. Okay, hello. I guess I'm audible, right? Yeah, you're audible. Okay, fine. So, good evening all. As Anika said, myself Surya Gayatri, and I'm currently pursuing BA Economics Honors from Dayal Singh College, a 3rd year student. So, more than that, I am the editorial head of 180 DC Global Society. It's a consulting society, global consulting society, which is not there in Oxford University, Harvard, all those prominent universities of the world. And secondly, I'm the chief editor of eCognizance, the annual economic magazine of Dayal Singh College. So without taking a lag, I'm stepping to my duty, and here I am there for you to introduce with the CUET UG and its structure and its how the exam structure is going, how it's working. So I will switch to Malayalam, which will be more convenient to you, I guess. So ഇന്ന് നമ്മൾ CUET UG എന്താണ്, അതിന്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അറിയാൻ പോകുന്നത്. സോ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാർക്ക് CUET കോച്ചിങ് എടുക്കുന്നവരുണ്ട്. ആൻഡ് മോറോവർ ദാറ്റ് എല്ലാവർക്കും CUET എന്താണ്, CUET ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ള സാധനമാണല്ലേ. അപ്പം CUET എന്താണ്, ഏതാണ് എന്നൊക്കെ ഒരു ഐഡിയ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ UG അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് എന്നുള്ളത് അറിയാം. പക്ഷെ അതിന്റെ എക്സാം സ്ട്രക്ചർ എങ്ങനെയാണ്, എന്താണ് അതിന്റെ വർക്കിംഗ് എന്നുള്ളൊരു ഐഡിയ പലർക്കും ഉണ്ടാവില്ല. സോ ഇന്ന് നമ്മുടെ ഈ സെഷനിൽ നമ്മൾ ഇതെല്ലാം നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. CUET UG എന്താണ്, അതിന്റെ വർക്കിംഗ് എന്താണ്, സ്ട്രക്ചർ എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, സോ ഞാൻ എൻ്റെ PPT ഷെയർ ചെയ്യാം. ഒന്ന് പറയാ നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന്, കാണാൻ പറ്റുന്നുണ്ടോന്ന്. Just a minute. Screen. So I guess my screen is being shared. Okay, fine. Okay, so എൻ്റെ സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? അതെ. ലെറ്റ്സ് കം ടു CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഇതാണ് CUET എന്ന് പറഞ്ഞാൽ. ഇതിന് മുന്നേ വരെ ഇതിനെ CUCET എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ കോമൺ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്നായിരുന്നു ഇതിന്റെ പേര് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇത് എങ്ങനെയാണ് CUET ആയത്? ഇതിന് മുന്നേ CUCET ആയിരുന്ന ടൈമില് majority of the central universities were not a part of this CUCET. എന്ന് പറഞ്ഞാൽ നമ്മുടെ CUCET-ന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പല സെൻട്രൽ യൂണിവേഴ്സിറ്റീസും എന്ന് നമുക്ക് എടുത്തു പറയാനുണ്ടായിരുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ്, അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ, ഇങ്ങനെയുള്ള ചില ലിമിറ്റഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് മാത്രമായിരുന്നു ഈ CUCET-യുടെ അണ്ടറിൽ വരുന്നത്. പക്ഷെ ചില പ്രോമിനന്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ലൈക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, അല്ലെങ്കിൽ ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്ക് അവർക്ക് അവരുടേതായ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. കൈൻഡ് ഓഫ് എന്താ പറയാ, ഇപ്പൊ ജാമിക്കോ അലിഗഡിനോ ആണെങ്കിൽ
അവരുടേതായ ഇൻഡിവിജ്വൽ എൻട്രൻസ് ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിലേക്ക് വരുമ്പോഴത്തേക്ക് +2 മാർക്ക് ബേസിലായിരുന്നു അഡ്മിഷൻ നടന്നിട്ടുണ്ട്. അപ്പം ഫ്രം 2022 NTA നമ്മുടെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനും ഒരു യുണൈറ്റഡ് കൈൻഡ് ഓഫ് തിങ്, ഒരു ഒറ്റ അഡ്മിഷൻ രീതി മതി, ഒറ്റ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് മതി എന്നുള്ള രീതിയിലേക്ക് ഒരു CUET എന്നുള്ളൊരു സ്ട്രക്ചർ കൊണ്ടുവന്നു. ഒരു കൊടക്കീഴില് എല്ലാ യൂണിവേഴ്സിറ്റീസിനെയും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു എൻട്രൻസ് ടെസ്റ്റ് ആക്കി മാറ്റി CUET എന്ന് പറയുന്നത്. ഇപ്പം അങ്ങനെ ഒരു CUET എന്നുള്ളൊരു ആസ്പെക്റ്റില് അറിഞ്ഞോ അറിയാതെയോ മലയാളികൾ കൂടി ഒരു പങ്കുണ്ട്, അല്ലെങ്കിൽ കാരണമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം 2021 വരെ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിലൊക്കെ അഡ്മിഷൻ നടന്നിട്ടിരുന്നത് നമ്മുടെ മാർക്ക് ബേസിസിലാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഭൂരിഭാഗം നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയുടെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ മെജോറിറ്റി കോളേജുകളിലും ഈ സീറ്റ് വരുമ്പോഴത്തേക്ക്, കോഴ്സസിന്റെ സീറ്റ് വരുമ്പം ഒരു ഭൂരിഭാഗം സ്ട്രെങ്ത് മലയാളികൾ കവർ ചെയ്യുന്ന, ഒരു മെജോറിറ്റി സ്ട്രെങ്ത് മലയാളികൾ കവർ ചെയ്യുന്നുള്ള ഒരു റേഷ്യോ ആണ്. അപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റിൽ നിന്ന് റെപ്രസെന്റേഷൻ കുറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതി വരുമ്പോഴത്തേക്ക് ബാക്കി ഇപ്പം മാർക്ക് ബേസിസിൽ നടക്കുമ്പോഴത്തേക്ക് പല കുട്ടികളുടെയും നമ്മുടെ സ്റ്റേറ്റ് സിലബസിലേക്ക് ഒരുപാട് മാർക്ക് തരും. അപ്പൊ മാർക്ക് വരുമ്പോഴത്തേക്ക് ഈ ബാക്കി കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ CBSE ICSE പോലുള്ള സിലബസുകളിൽ മാർക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അവിടെ നിന്നുള്ള റെപ്രസെന്റേഷൻ, ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ റെപ്രസെന്റേഷൻ കുറയും, ബാക്കിയുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള റെപ്രസെന്റേഷൻ കുറയും, അല്ലെങ്കിൽ ബാക്കിയുള്ള കമ്മ്യൂണിറ്റീസിൽ നിന്നുള്ള റെപ്രസെന്റേഷൻ കുറയും. അപ്പം ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ NTA ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിസ്റ്റം ആണ് CUET എന്ന് പറഞ്ഞാൽ കോമൺ യൂണിവേഴ്സിറ്റി ഓഫ് എൻട്രൻസ് ടെസ്റ്റ്. ഇവിടെ ബേസ്ഡ് ഓൺ എ സിംഗിൾ എൻട്രൻസ് ടെസ്റ്റ്, നിങ്ങളുടെ ആ ഒരു എൻട്രൻസ് ടെസ്റ്റിന്റെ സിംഗിൾ സ്കോർ ബേസിസിലായിരിക്കും അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പം NTAയുടെ അണ്ടറിലാണെങ്കിൽ നമുക്കിപ്പോൾ അറിയാം, NTA ഒരുപാട് എൻട്രൻസ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. നമ്മുടെ JEE, NEET അങ്ങനെയുള്ള എൻട്രൻസ് ടെസ്റ്റ്, പ്രാധാന്യമേറിയ എൻട്രൻസ് ടെസ്റ്റ് പോലെ ഇപ്പോഴും ഏറ്റവും പ്രാധാന്യമേറി വരുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ് ആണ് CUET എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പം ഇയർ ബൈ ഇയർ വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേഷൻ കൂടി വരുന്നുണ്ട്. ആ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരു കുതിപ്പ് കാണാം. പാർട്ടിസിപ്പേഷൻ റേറ്റിന്റെ ഒരു ബൂം നമുക്ക് കാണാൻ പറ്റും. അവിടെ ക്ലിയർലി വിസിബിൾ ആണ്. ഒരുപാട് പാർട്ടിസിപ്പേഷൻ നല്ല രീതിയിൽ ഇയർ ബൈ ഇയർ കൂടി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പിള്ളേർ ഇപ്പൊ നോക്കി കാണുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റും കൂടെയാണ്, പ്രാധാന്യത്തോടെ നോക്കി കാണുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ് ആണ് CUET എന്ന് പറഞ്ഞത്. കാരണം ഒട്ടുമിക്ക സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും, ഒട്ടുമിക്കതെന്നല്ല മെജോറിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി, നമ്മുടെ ഡീംഡ് അല്ലെങ്കിൽ ചില സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിലേക്ക് ആയാൽ പോലും ഇപ്പം അഡ്മിഷൻ ബേസിസ് എന്ന് പറയുന്നത് CUET ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് JEE, NEET ഒക്കെ വെച്ച് നമുക്ക് നോക്കുമ്പം CUETയും ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് ടെസ്റ്റ് ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ എല്ലാവരും അതിന് പ്രിപ്പയർ ചെയ്യുന്നതാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ഇറ്റ് സ്ട്രക്ചർ. എക്സാമിനേഷൻ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം വരുമ്പോൾ എലിജിബിലിറ്റി, പ്രത്യേകം എന്താ പറയുക, ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ചില എൻട്രൻസ് ടെസ്റ്റിനൊക്കെ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. പക്ഷേ CUET വരുമ്പോൾ പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് ഒന്നും പറയുന്നില്ല. +2 പാസ്സായത്, അല്ലെങ്കിൽ ഇപ്രാവശ്യം +2 എഴുതിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ട് പഠിച്ചെന്തെങ്കിലും കോഴ്സ് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് CUET എൻട്രൻസ് ടെസ്റ്റ് എഴുതാം. കൈൻഡ് ഓഫ് ഡിപ്ലോമ ഒക്കെ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് CUET എൻട്രൻസ് ടെസ്റ്റ് എഴുതാം. പിന്നെ മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇപ്രാവശ്യം തൊട്ട് എന്തായാലും കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ആയിരിക്കും, കമ്പ്യൂട്ടർ ബേസ്ഡ് എൻട്രൻസ് ടെസ്റ്റ് ആയിരിക്കും. ഇതിനു മുന്നേ കഴിഞ്ഞ വർഷം ആസ് എ ട്രയൽ അവരെന്താ പറയാ, ഒരു എക്സ്പെരിമെന്റൽ ട്രയൽ എന്നുള്ള രീതിയിൽ അവര് ഹൈബ്രിഡ് മോഡാക്കി. എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പെൻ പേപ്പർ ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, നമുക്ക് ഓപ്റ്റ് ചെയ്യായിരുന്നു. അപ്പം ഇപ്രാവശ്യം അത് ഒറ്റത് മാത്രമേ ഉള്ളൂ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആക്കി. അപ്പൊ എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ്, കമ്പ്യൂട്ടറിലെ നമ്മളുടെ ക്വസ്റ്റ്യൻസ് കാണും, നമുക്ക് വേണ്ട നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാം, നമുക്ക് അറിയാവുന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നമ്മൾ മാർക്ക് ചെയ്യാം. ആ തരുന്ന ഓപ്ഷൻസ് നിന്ന് നമ്മൾ കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്യാം. പിന്നെ മീഡിയം ഓഫ് എക്സാമിനേഷൻ വരുമ്പോഴത്തേക്ക് 13 ലാംഗ്വേജുകൾ അവൈലബിൾ ആയിരിക്കും. ഇംഗ്ലീഷ്, ഹിന്ദി, അസമീസ്, ബംഗാളി, കന്നഡ, അങ്ങനെ നമ്മുടെ റീജിയണൽ ലാംഗ്വേജസിൽ അവൈലബിൾ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ പറയുന്നത്. പക്ഷെ പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് എന്ന് പറയുമ്പോൾ ഐ വിൽ സ്റ്റിക്ക് ഓൺ ടു ഇംഗ്ലീഷ്. കാരണം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ മലയാളം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഓക്കെ, മലയാളത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്, അപ്പോഴത്തേക്ക് നമ്മൾ എന്തുകൊണ്ട് മലയാളം എടുത്തുകൂടെ, നമുക്ക് മലയാളം എടുത്തുകൂടെ, അത് നല്ലൊരു ഓപ്ഷൻ അല്ലേ. കാരണം നമ്മുടെ തന്നെ റീജിയണൽ ലാംഗ്വേജ് ആണ്. അപ്പൊ നമ്മൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ചിലപ്പോൾ മലയാളത്തിലായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ മലയാളം എടുക്കും. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം പറ്റുന്നത് എന്താന്ന് പറഞ്ഞാല്, ഒരുപാട് പിള്ളേർക്ക് അങ്ങനെ പറ്റിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഈ ഇംഗ്ലീഷിലേക്ക് പക്ക നമ്മൾ ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് വരുന്ന ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ,
ആ ഇംഗ്ലീഷിലെ വാക്കുകളുടെ ഓരോ അർത്ഥം എടുത്ത് അല്ലെങ്കിൽ ഓരോ വാക്കുകളുടെയും പക്കാ മലയാളം ട്രാൻസ്ലേഷൻ വരുമ്പോൾ അപ്പൊ ഒരു അർത്ഥമില്ലാത്ത രീതിയിലായിരിക്കും ചിലപ്പോൾ ഒരു സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഒരു എറർ ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് ആ മലയാളം ചിലപ്പോൾ വായിക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊന്നും നമുക്ക് ആ ഒരു അർത്ഥം കിട്ടത്തില്ല. ഒരു ഡിഫറെന്റ് വേയിലായിരിക്കും, ആ ഒരു ട്രാൻസ്ലേഷൻ ആപ്റ്റ് ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സമയം ഒരുപാട് പോവും, നമുക്ക് സ്കോറും പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുക ഇംഗ്ലീഷ് ആയിരിക്കും. മാക്സിമം നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്ക് എപ്പോഴും ഇവിടെ നമ്മുടെ ഇപ്പം നമ്മളെ റീജിയണൽ ലാംഗ്വേജ് ആണ് നമുക്ക് കംഫർട്ടബിൾ, അങ്ങനെ ഒരു സംഭവം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് മാർക്കാണ്. കാരണം ഈ മാർക്ക് ബേസിസിലായിരിക്കും നമ്മുടെ ഫെർദർ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുമ്പോഴത്തേക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ ലാസ്റ്റ് ഇയർ വരെ എന്താ പറയാ നമുക്ക് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഔട്ട് ഓഫ് ഇപ്പം 60 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 50 അറ്റംപ്റ്റ് ചെയ്താൽ മതി ജനറൽ ടെസ്റ്റിനൊക്കെ ആണെങ്കിൽ. ഇൻ ദ കേസ് ഓഫ് സബ്ജക്ട്സ് ആൻഡ് ലാംഗ്വേജസ് 50 ക്വസ്റ്റ്യൻസ് കാണും, അതിൽ 40 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്താൽ മതി എന്നായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വട്ടം. പക്ഷെ ഇപ്രാവശ്യം വന്നിട്ട് NTA ഒരു പ്രസ് മീറ്റിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു സ്റ്റേറ്റ്മെന്റ് അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. കൈൻഡ് ഓഫ് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടോ, ഇപ്പൊ 60 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 60 ക്വസ്റ്റ്യൻസും മാൻഡേറ്ററി ആണ് നമ്മുടെ ഇൻ കേസ് ഓഫ് ജനറൽ ടെസ്റ്റ്. അല്ലെങ്കിൽ ഇപ്പോ ഒരു സബ്ജക്ട്സിന്റെ ഇതിനകത്താണെങ്കിൽ 50 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 50 ക്വസ്റ്റ്യൻസും മാൻഡേറ്ററി ആയിരിക്കും. അപ്പൊ ഒരിക്കലും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാൻ പറ്റും എന്ന് നമുക്കൊരു ചിന്ത പോലും അവിടെ വേണ്ട. കാരണം എല്ലാ ക്വസ്റ്റ്യനും മാൻഡേറ്ററി ആകുമ്പോൾ നമ്മൾ എല്ലാം അറ്റൻഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. പിന്നെ ഈ റൈറ്റ് ആൻസേഴ്സിന് 5 മാർക്സ് ഉണ്ടാവും, റോങ് ആൻസേഴ്സ് ആണെങ്കിൽ നമുക്ക് 1 മാർക്ക് നമുക്ക് പോകും. അപ്പോൾ നമ്മളെല്ലാരും വിചാരിക്കും ഒരു ബ്ലൈൻഡ് അറ്റംപ്റ്റ് നടത്തും. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് അത്ര ഉറപ്പില്ല, നമ്മൾ അത്ര ഒരു ഷുവർ അല്ല ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇതായിരിക്കും ആൻസർ തന്നിരിക്കുന്ന മൾട്ടിപ്പിൾ ചോയ്സിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, ഒരു കാര്യം ചെയ്യാം, 1 മാർക്കല്ലേ പോവത്തുള്ളൂ, അതുകൊണ്ട് നമുക്ക് ചുമ്മാ എന്തെങ്കിലും കറക്കി കുത്താം എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാവും. അപ്പൊ എന്താ പറ്റുക, കറക്കി കുത്തി ഒരു 50-50 ചാൻസ് എടുത്ത് നമ്മൾ ചെയ്തു വരുമ്പോൾ ലാസ്റ്റ് ആ ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ 1 മാർക്ക് ആയിരിക്കത്തില്ല അവിടെ പോകുന്നത്. നിങ്ങളിപ്പം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മൾ ആ 5 മാർക്കേ നമുക്ക് പോകത്തുള്ളൂ. ഓക്കെ, പക്ഷേ ഇൻ ദ കേസ് ഓഫ് വെൻ എ ക്വസ്റ്റ്യൻ ഈസ് ഗെറ്റിംഗ് റോങ്, ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മൾ ആ ആൻസർ ഈസ് ഗെറ്റിംഗ് റോങ്, ആൻസർ റോങ് ആയിരിക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ആ തെറ്റിയ ഉത്തരത്തിന്റെ 1 മാർക്ക് പ്ലസ് ആ ഒരു ക്വസ്റ്റ്യന്റെ 5 മാർക്ക്, ടോട്ടൽ 6 മാർക്ക് നിങ്ങൾക്ക് പോകും. അപ്പൊ ഈ വെറുതെ 6 മാർക്ക് കളയുന്നതിന്റെ നല്ലത് എന്തുകൊണ്ടും ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഒരു ബ്ലൈൻഡ് അറ്റംപ്റ്റ് നടത്താതെ, നിങ്ങൾക്ക് ഉറപ്പില്ലാത്തൊരു ക്വസ്റ്റ്യന് നിങ്ങളൊരു ബ്ലൈൻഡ് അറ്റംപ്റ്റ് നടത്താതെ ഒരു 5 മാർക്ക് കളയുന്നതാണ് അവിടെ എന്തുകൊണ്ടും നല്ലത്. ഒരു 6 മാർക്കിന്റെ ഇതിൽ 5 മാർക്കിന്റെ ഇതിൽ വെറുതെ 6 മാർക്ക് കളയേണ്ട ആവശ്യമില്ല. പിന്നെ ഈ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തു, ആ ഒരു ചെയ്തു എത്ര എണ്ണം ശരിയായി, ആ ആയ മാർക്ക് അത്ര ക്വസ്റ്റ്യൻ ശരിയായി. ഇപ്പൊ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, 20 ക്വസ്റ്റ്യനിൽ നിങ്ങളൊരു 10 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചോ, ആ 10 ക്വസ്റ്റ്യൻ ചെയ്തു, അപ്പൊ ആ 10 × 5 ആ മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇപ്പൊ അതിനകത്ത് തന്നെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഉത്തരം ഉണ്ടെങ്കിൽ മൈനസ് എത്ര ക്വസ്റ്റ്യൻസ് തെറ്റിയോ അത് ആ 6 മാർക്ക് വെച്ച് ഓരോ ക്വസ്റ്റ്യനും വെച്ച് അതിന് ഡിഡക്റ്റ് ആവും. അപ്പൊ നിങ്ങൾക്ക് വെറുതെ ഒരു ബ്ലൈൻഡ് അറ്റംപ്റ്റ് കൊടുത്ത് മാർക്ക് കളയുന്നതിൻ്റെയും എന്തുകൊണ്ടും നല്ലത് ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. സോ നിങ്ങൾ 100% ഷുവർ ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രമേ CUT എക്സാമിനേഷനിൽ നിങ്ങൾ അപ്പിയർ ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് കൊടുക്കാറുള്ളൂ. ഓക്കെ, പിന്നെ കമ്മിങ് ടു ദ ഡ്യൂറേഷൻ ഓഫ് ടൈം, ടെസ്റ്റിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 60 മിനിറ്റ്സ് ആണ്. ഇപ്പം എന്താ പറയാ, ഈ റീസെന്റ് പ്രസ് മീറ്റിൽ പറഞ്ഞേക്കുന്ന 60 മിനിറ്റ്സ് ആണ് അവര് പറഞ്ഞേക്കുന്നത്. പക്ഷെ ലാസ്റ്റ് ടൈം വരെ വന്നിട്ട് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് പേപ്പേഴ്സ്, നമ്മുടെ ജനറൽ ടെസ്റ്റ് അല്ലെങ്കിൽ എക്കണോമിക്സ്, അക്കൗണ്ടൻസി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെയുള്ള ചില ക്വാണ്ടിറ്റേറ്റീവ് പേപ്പേഴ്സിന് 60 മിനിറ്റ്സും ബാക്കിയുള്ള ലാംഗ്വേജ് പേപ്പേഴ്സിനൊക്കെ വന്നിട്ട് 45 മിനിറ്റ്സ് ആയിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പോ ഈ വർഷം തൊട്ട് പ്രസ് മീറ്റിൽ പറയുന്നുണ്ടായിരുന്നു 60 മിനിറ്റ്സ് ആയിരിക്കും എല്ലാ പേപ്പേഴ്സിനും. ഒരു പേപ്പറിന് 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു പേപ്പറിന് 60 മിനിറ്റ്, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. എല്ലാ പേപ്പറിനും, എല്ലാ ടെസ്റ്റിനും ഒരൊറ്റ ടൈമിങ് 60 മിനിറ്റ്സ്. ദാറ്റ്. പിന്നെ വെബ്സൈറ്റ്, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഗോ ആൻഡ് റെഫർ ടു ദ വെബ്സൈറ്റ് ഓഫ് NTA. NTAയുടെ വെബ്സൈറ്റിലേക്ക് തന്നെ നിങ്ങൾ റെഫർ ചെയ്യുക. വെറുതെ ഈ പ്രൈവറ്റ് കുറച്ച് വെബ്സൈറ്റ് ഉണ്ടാവും, നിങ്ങൾക്ക് എന്താ പറയുക, ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക്
ഒരുപാട് പ്രൈവറ്റ് വെബ്സൈറ്റ്സ് പോപ്പപ്പ് ആയി വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു വെബ്സൈറ്റിൽ നിന്ന് റെഫർ ചെയ്യുന്നതിനും ഏറ്റവും നല്ലത് NTA വെബ്സൈറ്റ് തന്നെ ഉണ്ടാവും. ഇപ്പൊ ഈ കൊടുത്തേക്കുന്ന വെബ്സൈറ്റ് അഡ്രസ് ആണ് NTA എന്ന് പറയുന്നത്. ഈ വെബ്സൈറ്റ് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ NTA റിലേറ്റഡ് അപ്ഡേറ്റ്സും ഇതിനകത്ത് ആ ഒരു വെബ്സൈറ്റിൽ കാണിക്കുന്നതായിരിക്കും. അപ്പം വെറുതെ പ്രൈവറ്റ് വെബ്സൈറ്റ്സിൽ പോയി എന്താ പറയാ ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തെറ്റായ ഒരു അപ്ഡേറ്റ് മനസ്സിലാക്കി വെക്കുന്നതിന്റെ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം NTA വെബ്സൈറ്റിൽ ചെന്ന് നോക്കുന്നതാണ്. ഇപ്പൊ NTA വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് CUT UG ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും. ഈ CUT UG ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ യൂണിവേഴ്സിറ്റീസും ആ യൂണിവേഴ്സിറ്റീസ് ഓഫർ ചെയ്യുന്ന കോഴ്സും ഈ CUT UG എക്സാമിനേഷന്റെ സിലബസും ഒക്കെ ആ ഒരു ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, then coming to the subjects covered under CUT. CUT-യുടെ ഇതിനകത്ത് എത്ര സബ്ജക്ട് ഉണ്ട് എന്നുള്ളതാണ്. നമ്പർ ഓഫ് സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ടൈം വരെ 63 സബ്ജക്ട്സ് ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതിനെ കട്ട് ഷോർട്ട് ചെയ്ത് 37 സബ്ജക്ട്സ് ആക്കിയിട്ടുണ്ട്. സോ ഇത് ബേസിക്കലി എന്താ പറയാ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 3 സെക്ഷൻ ആയിട്ടാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മുടെ സബ്ജക്ട്സിനെ അവർ അറേഞ്ച് ചെയ്യാം. ആദ്യത്തേല് സെക്ഷൻ 1 എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. ഈ സെക്ഷൻ 1 ലാംഗ്വേജിൽ കുറച്ച് സബ്സെക്ഷൻസ് ഉണ്ടാവും. സെക്ഷൻ 1A എന്നും സെക്ഷൻ 1B എന്നും പറഞ്ഞിട്ട് സെക്ഷൻ 1A നമ്മുടെ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, ബംഗാളി, ഉറുദു അങ്ങനെയുള്ള ലാംഗ്വേജസ്, നമ്മളെ റീജിയണൽ ലാംഗ്വേജസ് പോലത്തെ ലാംഗ്വേജസുകളായിരിക്കും സെക്ഷൻ 1A വരുന്നത്. ഈ സെക്ഷൻ 1B എന്ന് പറയുമ്പോൾ ഫ്രഞ്ച്, ജർമ്മൻ, അറബിക്, സാൻസ്ക്രിറ്റ്, മൈഥിലി അങ്ങനെ പോലത്തെ ചില ലാംഗ്വേജുകളായിരിക്കും സെക്ഷൻ 1B വരുന്നത്. സോ ബേസിക്കലി സെക്ഷൻ 1 എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് സെക്ഷൻസ് ആണ്. പിന്നെ സെക്ഷൻ 1-2 എന്ന് പറയുന്നത് ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ +2 പഠിക്കുന്ന സബ്ജക്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അല്ലെങ്കിൽ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, ജോഗ്രഫി, അങ്ങനെയുള്ള സബ്ജക്ട്സുകൾ ഉണ്ടല്ലോ. അപ്പം അതേപോലത്തെ കോർ പേപ്പേഴ്സ് ആണ് നമ്മുടെ സെക്ഷൻ 1-2 വരുന്നത്, ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട്സ് ആയിട്ട്. പിന്നെ സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ് ആണ് വരുന്നത്. ഈ ജനറൽ ടെസ്റ്റിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ് ഈ ലാംഗ്വേജിന്റെ പേപ്പറിൽ എന്താ ചോദിക്കുക, അല്ലെങ്കിൽ ജനറൽ ടെസ്റ്റിന്റെ പേപ്പറിൽ എന്താ ചോദിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്. അപ്പൊ നിങ്ങളൊക്കെ ഫസ്റ്റ് ടൈം തന്നെ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പം ഞാനതൊന്ന് ക്ലിയർ ചെയ്ത് തരാം. ഈ ലാംഗ്വേജിന്റെ എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇംഗ്ലീഷ് ആയിരുന്നു അറ്റംപ്റ്റ് ചെയ്തത്, അപ്പം ഞാൻ ഇംഗ്ലീഷിന്റെ ഇത് ഞാൻ പറഞ്ഞുതരാം. ഇംഗ്ലീഷിന്റെ നിങ്ങൾക്ക് എന്തായാലും റീഡിങ് കോംപ്രിഹെൻഷൻസ് ഉണ്ടാവും. അത് 2 ക്വസ്റ്റ്യൻസ് വരും ഏകദേശം. എന്നിട്ട് അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് നമ്മുടെ പോയറ്റിക് ഡിവൈസസ് ഉണ്ടല്ലോ, മെറ്റഫർ, ഇമേജറി, ഐറണി അങ്ങനെയൊക്കെ പറയുന്ന ഈ പോയറ്റിക് ഡിവൈസസിന്റെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഈ സെന്റൻസ് റീഓർഡർ ചെയ്യുക, ആന്റണിം, സിനണിം, ഒമിഷൻ അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസും ഈ ലാംഗ്വേജസിന്റെ പേപ്പറിൽ കാണും ഇംഗ്ലീഷിന്റെ ഇതിനകത്ത്. പിന്നെ ഈ സെക്ഷൻ 3 ജനറൽ ടെസ്റ്റിൽ വന്നിട്ട് ബേസിക്കലി വരുന്നത് നമ്മുടെ ഈ ഇപ്പൊ +2 മാത്സ് ഒക്കെ പഠിക്കുന്നവർക്ക് അറിയാം, സെറ്റിന്റെ ഒക്കെ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ സെറ്റിന്റെ നമ്മുടെ വെരി ബേസിക് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും സെറ്റിന്റെ വരാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെറ്റ് നമ്മൾ ആൻസേഴ്സ് കണ്ടെത്തുക. കുറച്ച് ഇതൊക്കെ തന്നേക്കും, അതിനകത്തുനിന്ന് നമ്മൾ സെറ്റ് വെച്ചിട്ട് യൂണിയൻ, ഇന്റർസെക്ഷൻ ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ആൻസേഴ്സ് കണ്ടെത്തണം. അതേപോലത്തെ ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മൾ 10th 8th പഠിക്കുന്ന എന്താ ഈ വർക്ക് ഡൺ ബൈ എ ലേബർ പെർ അവർ, അല്ലെങ്കിൽ എന്താ പറയാ ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ്. ഒരു ട്രെയിൻ ഒരു ട്രീ ക്രോസ് ചെയ്യുമ്പം ട്രെയിനിന്റെ സ്പീഡ് എന്തായിരുന്നു, അല്ലെങ്കിൽ 2 ട്രെയിൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ക്രോസ് ചെയ്യുമ്പോൾ അതിന്റെ സ്പീഡ് എന്തായിരുന്നു, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മൾ 10th പഠിക്കുന്ന അപ് സ്ട്രീം, ഡൗൺ സ്ട്രീം അതിന്റെ ക്വസ്റ്റ്യൻ. പിന്നെ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ്. പിന്നെ വന്നിട്ട് നമ്മുടെ ബ്ലഡ് റിലേഷന്റെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഇപ്പം രാമന്റെ അച്ഛനായിരുന്നെങ്കിൽ, ഇപ്പം സോനു രാമന്റെ മോനായിരുന്നെങ്കിൽ രാമുവിന് സോനു ആര്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ. ആ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, ആ ഒരു ബ്ലഡ് റിലേഷൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. പിന്നെ വന്നിട്ട് നമ്മുടെ ഡയറക്ഷന്റെ ക്വസ്റ്റ്യൻ. ഇപ്പം ഒരാള് ഒരു നോർത്തിൽ നിൽക്കുന്നു, നോർത്തിൽ നിന്ന് ഒരു 4 മീറ്റർ വെസ്റ്റിലേക്ക് പോയി, വെസ്റ്റ് അവിടെ ആ പോയിന്റ് നിന്ന് പിന്നെ സൗത്തിലേക്ക് പോയി, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അയാൾ അവിടെ നിൽക്കുന്നത് എവിടെ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡയറക്ഷന്റെ ക്വസ്റ്റ്യൻസ്. അതൊക്കെയാണ് ജനറൽ ടെസ്റ്റിൽ വരുന്നത്.
അപ്പം ലാംഗ്വേജസിലും ജനറൽ ടെസ്റ്റിലും എന്താന്നുള്ളത് ഏകദേശം ക്ലിയർ ആയി തോന്നുന്നു. പിന്നെ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട്സിൽ അതിന്റെ സിലബസ് നമ്മുടെ NTA വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സബ്ജക്ട്സിന്റെയും നമ്മുടെ സിലബസ് കിട്ടും. അപ്പൊ ആ സിലബസിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, പിന്നെ വന്നിട്ട് CUT ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രോസസ്സാണ്. ഇപ്പൊ CUT ആപ്ലിക്കേഷൻ ഫോമിൽ ഏറ്റവും ആദ്യം വരുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ പേര്, അങ്ങനെയുള്ള സാധനം, അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ പേര് അതൊക്കെ കൊടുക്കുക. അതാണ് പേഴ്സണൽ ഡീറ്റെയിൽസിൽ വരുന്നത്. പിന്നെ പ്രസന്റ് അഡ്രസ് ഉണ്ടാവും, പെർമനന്റ് അഡ്രസ് എന്താണെന്ന് കൊടുക്കുക. നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഒരു സെക്യൂരിറ്റി പിൻ നമുക്ക് മെസ്സേജിൽ വരും. ആ സെക്യൂരിറ്റി പിൻ നമ്മൾ എൻട്രി ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പെർമനന്റ് അഡ്രസ്, പ്രസന്റ് അഡ്രസ്, പിന്നെ നമുക്ക് എന്തെങ്കിലും കോട്ട അല്ലെങ്കിൽ കാറ്റഗറി, നമ്മുടെ ഇപ്പം എന്താ പറയാ കാറ്റഗറി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഏത് കാറ്റഗറി ആണ്, ജനറലാണോ, OBC ആണോ, OBC NC ആണോ, ജനറൽ EWS ആണോ, അല്ലെങ്കിൽ എന്താ പറയാ SC ST അങ്ങനെയുള്ള ആ കാറ്റഗറി, അല്ലെങ്കിൽ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടോ, ഇപ്പം എക്സ് സർവീസ്മാൻ റിസർവേഷൻ അങ്ങനെയുള്ളൊക്കെ സാധനമാണ് ഈ കോട്ട കാറ്റഗറി അതിനകത്തൊക്കെ വരുന്നത്. പിന്നെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, നമ്മുടെ 10th-ന്റെയും 12th-ന്റെയും നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യാം. നമ്മൾ ഏതൊക്കെ സബ്ജക്ട് പഠിച്ചു, എത്ര മാർക്ക് ഉണ്ടായിരുന്നു, എത്ര പെർസെന്റേജ് ആയിരുന്നു, അതൊക്കെ അവിടെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ എക്സാമിനേഷൻ സെന്റർ ഡീറ്റെയിൽസ്. എക്സാമിനേഷൻ സെന്റർ ഡീറ്റെയിൽസിൽ വരുമ്പോൾ നമ്മുടെ എക്സാമിനേഷൻ നമുക്ക് ഏത് സ്ഥലത്താണോ നമുക്ക് എക്സാം എഴുതാൻ താല്പര്യം. ഫോർ എക്സാമ്പിൾ പല പല സ്ഥലങ്ങളുണ്ടാവും. ട്രിവാൻഡ്രത്ത് ഒരു സെന്റർ ഉണ്ടാവും, കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ഒരു സെന്റർ ഉണ്ടാവും, അങ്ങനെ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ സെന്റർ ഉണ്ടാവും. അപ്പൊ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു 3-4 സിറ്റീസ് നമുക്ക് സെലക്ട് ചെയ്യാൻ വരും. അപ്പം അത് നമ്മൾ ഏറ്റവും അടുത്ത ഏതാണോ നമ്മളുടെ സെന്റർ ആയിട്ട് വരുന്നത് അത് പ്രിഫറൻസ് കൊടുക്കുക. പിന്നെ വരുന്നത് യൂണിവേഴ്സിറ്റി പ്രോഗ്രാം സെലക്ഷൻ ആണ്. നമുക്ക് വേണ്ട യൂണിവേഴ്സിറ്റീസും അത് ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസ് ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക, ഫില്ല് ചെയ്യുക. പിന്നെ നമുക്ക് ടെസ്റ്റ് പേപ്പർ സബ്ജക്ട് സെലക്ഷൻ. ടെസ്റ്റ് പേപ്പർ സബ്ജക്ട് സെലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ CUT ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഫിക്സ് ചെയ്യുക നിങ്ങൾക്ക് ഏത് കോഴ്സിനാണ് പോകേണ്ടത്, നിങ്ങൾക്ക് എന്താണ് ഫെർദർ നിങ്ങൾക്ക് പെർസ്യൂ ചെയ്യുന്ന ആഗ്രഹം, നിങ്ങൾക്ക് ആരാണ് ആയിത്തീരേണ്ടത് എന്നൊക്കെയുള്ള നിങ്ങളൊന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത് എന്നൊന്ന് ഉറപ്പിച്ചിട്ട് നിങ്ങൾ CUT-ന്റെ വെബ്സൈറ്റിൽ പോയി, NTA വെബ്സൈറ്റിൽ പോയി യൂണിവേഴ്സിറ്റീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, യൂണിവേഴ്സിറ്റീസ് എന്നൊരു ഓപ്ഷൻ എടുക്കുക. ആൻഡ് ഫെർദർ നിങ്ങൾ അതിനകത്ത് ഒരുപാട് യൂണിവേഴ്സിറ്റീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ട ആ കോഴ്സ് നിങ്ങൾ സെർച്ച് ചെയ്യുക ഓരോ യൂണിവേഴ്സിറ്റീസിലും. പിന്നെ ആ യൂണിവേഴ്സിറ്റീസ് എടുക്കുമ്പോൾ തന്നെ ആ കോഴ്സിന്റെ സൈഡിലേക്ക് നമുക്ക് എലിജിബിലിറ്റി പറയുന്നുണ്ട്, ഏതൊക്കെ പേപ്പർ ആണ് ആ ഒരു കോഴ്സിന് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു എലിജിബിലിറ്റി അവിടെ പറയുന്നുണ്ട്. അതേപോലെ ഇപ്പം ഫോർ എക്സാമ്പിൾ DU ഇപ്പൊ എക്കണോമിക്സ് ഓണേഴ്സ് എടുക്കുവാനാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ലാംഗ്വേജ് സെക്ഷൻ 1-ന്റെ മാർക്ക് എടുക്കും, ഏതെങ്കിലും ലാംഗ്വേജിന്റെ മാർക്ക്, പ്ലസ് മാത്സ് പേപ്പർ അവിടെ കമ്പൽസറി ആണ്. ഓക്കെ, മാത്സ് പേപ്പർ മാൻഡേറ്ററി ആണ്, പ്ലസ് ഏതെങ്കിലും 2 സബ്ജക്ട്സിന്റെ മാർക്കും കൂടെ ആയിരിക്കും എടുക്കുന്നത്. അപ്പം ഇങ്ങനെയായിരിക്കും ആ ഒരു എലിജിബിലിറ്റി പറയുന്നത്. പിന്നെ അവർ പറയുന്നുണ്ടാവും +1 +2 മാൻഡേറ്ററി ആയിട്ടും മാത്സ് പഠിച്ചിരിക്കണം എന്നുള്ള ഒരു എലിജിബിലിറ്റിയും പറയുന്നുണ്ടാവും. ഇപ്പൊ ജാമിയ മില്ലിയയുടെ എക്കണോമിക്സിന്റെ ഇത് എടുക്കുവാണെങ്കിൽ നമ്മുടെ എക്കണോമിക്സ് പേപ്പറിന്റെ മാത്രമേ മാർക്ക് എടുക്കത്തുള്ളൂ. വന്നിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിന്റെ ആണെങ്കിൽ ജനറൽ ടെസ്റ്റിന്റെയും ഇംഗ്ലീഷിന്റെയും മാർക്ക് എടുക്കുന്നത്. അപ്പൊ ഓരോ യൂണിവേഴ്സിറ്റീസിലും ഓരോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിരിക്കും പറയുന്നത്. അപ്പം നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മൾ യൂണിവേഴ്സിറ്റി ഈ NTA വെബ്സൈറ്റിൽ ചെന്ന് വേണ്ട കോഴ്സും യൂണിവേഴ്സിറ്റി ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് അത് നോക്കുക, കോഴ്സ് നോക്കുക, അതിന്റെ എലിജിബിലിറ്റി നോക്കുക, ആ പേപ്പർ ഏതൊക്കെയാണോ അവർ എലിജിബിലിറ്റി പറയുന്നത് അത് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോവുക. അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പ്രോസസ്സ് എളുപ്പമായിരിക്കും. നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പിന്നെ നമ്മൾ അറിയുന്നത് ഇതൊക്കെയായിരുന്നു എലിജിബിലിറ്റി, അല്ലെങ്കിൽ എന്താ പറയാ ബാക്കി ഇൻഡിവിജ്വൽ ഓരോ യൂണിവേഴ്സിറ്റീസിന്റെ ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഇതൊക്കെയായിരുന്നു എലിജിബിലിറ്റി എന്നുള്ള സബ്ജക്ട് മാപ്പിംഗ് എന്നൊരു സംഭവം വരും. അപ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് ഇതായിരുന്നു എലിജിബിലിറ്റി, ഈ പേപ്പർ അറ്റൻഡ് ചെയ്യണം. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് നമുക്ക് കിട്ടാതെ പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ആദ്യമേ തന്നെ നിങ്ങൾ വേണ്ട കോഴ്സും ഏതൊക്കെ പേപ്പർ ആണ് എലിജിബിലിറ്റി എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ടെസ്റ്റ് പേപ്പർ സെലക്ട് ചെയ്യാം. അപ്പം ഇപ്രാവശ്യം വന്നിട്ട് അവർ പറയുന്നുണ്ട് നമുക്ക് ആകെ മാക്സിമം 5 പേപ്പേഴ്സ് മാത്രമേ ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ വട്ടം വരെ 6 പേപ്പേഴ്സ് സെലക്ട് ചെയ്യായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം തൊട്ട് 5 പേപ്പറുകൾ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ.
സോ ഒരുപാട് അപ്ഡേറ്റുകൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യാം. ഇതിനുശേഷം നമ്മുടെ ടെസ്റ്റ് പേപ്പർ ഒക്കെ സെലക്ട് ചെയ്തതിന് ശേഷം അതിനുശേഷം വരുന്നതാണ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ട്, അപ്പം റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സ്, പിന്നെ നമ്മുടെ ഫോട്ടോ, സിഗ്നേച്ചർ, അങ്ങനെയുള്ള സാധനങ്ങള്. പിന്നെ ഇപ്പം ചിലരിപ്പം ഫിസിക്കലി ഡിസേബിൾഡ് ആണെങ്കിൽ PWD സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെയാണ് ബേസിക്കലി ഡോക്യുമെന്റ് അപ്ലോഡിൽ വരുന്നത്. ഡോക്യുമെന്റ്സ് അപ്ലോഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം റിസർവേഷൻ ഉള്ള കാറ്റഗറീസ് ആണെങ്കിൽ OBC, NCL അല്ലെങ്കിൽ ജനറൽ EWS പോലുള്ള റിസർവേഷൻ കാറ്റഗറീസിന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും വലിയ സംശയം വരുന്നതെന്ന് പറഞ്ഞാൽ ഏത് സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കേണ്ടത്, ആര് സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കേണ്ടതെന്ന് ഒരു ചോദ്യം പലരിലും വന്നു കണ്ടിട്ടുണ്ട്. അപ്പം അവിടെ വരുമ്പോഴത്തേക്ക് ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ പർപ്പസിന് വരുമ്പോഴത്തേക്ക് തഹസിൽദാർ സൈൻ ചെയ്ത ഡോക്യുമെന്റ് വേണം അവിടെ സബ്മിറ്റ് ചെയ്യാൻ, സർട്ടിഫിക്കറ്റ് വേണം അപ്ലോഡ് ചെയ്യാൻ. ഇപ്പം നമുക്കിപ്പം CUET-ന്റെ ടൈമിൽ ആപ്ലിക്കേഷൻ വിളിക്കുന്ന എന്തായാലും ഒരു ജാനുവരി ഫെബ്രുവരി ഒരു ടൈമിങ്ങിലായിരിക്കും വിളിക്കുന്നത്. അപ്പം ജാനുവരി ഫെബ്രുവരി ടൈമിങ്ങിൽ വിളിക്കുമ്പോഴത്തേക്ക് ഇൻ ദ കേസ് ഓഫ് ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻ, യൂണിവേഴ്സിറ്റീസിന്റെ ഒരു ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ഓക്കെ, ആ കേസിൽ വരുമ്പം അവർ ചോദിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാല് പുതിയ ഫിനാൻഷ്യൽ ഇയറിലെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷേ ഈ പുതിയ ഫിനാൻഷ്യൽ ഇയറിലെ സർട്ടിഫിക്കറ്റ് നമുക്ക് എന്തായാലും എന്താ പറയാ ജാനുവരി ഫെബ്രുവരിയിൽ അവൈലബിൾ ആയിരിക്കില്ല. കാരണം ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് April 1 തൊട്ടിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം 2025 ഫിനാൻഷ്യൽ ഇയർ ആണെങ്കിൽ April 1, 2025 തൊട്ടിട്ടായിരിക്കും ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും താൽക്കാലികമായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ CUET-യുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ ഇപ്പൊ കറന്റ്ലി ഉള്ള ഇപ്പൊ ഒരു 2024 പോയിക്കൊണ്ടിരിക്കുന്നത്, അപ്പം 2024 ഫിനാൻഷ്യൽ ഇയറിലെ ഒരു തഹസീൽദാർ സൈൻ ചെയ്ത റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, ഇപ്പം EWS സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ NCL സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ആ NCL സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിനുശേഷം നിങ്ങൾ പിന്നെയും പോയി ചില സമയങ്ങളിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല, നിങ്ങൾ ചെന്ന് തഹസീൽദാർക്ക് വീണ്ടും ഒരു NCL സർട്ടിഫിക്കറ്റ്, OBC, NCL അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കുമ്പോൾ കിട്ടത്തില്ല. കാരണം അവർ ചോദിക്കുമ്പോൾ ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്ത് കിട്ടിയതല്ലേ. പക്ഷേ അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് പറയാ ഇത് അഡ്മിഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അവര് പ്രത്യേകം ചോദിക്കുന്നുണ്ട് പുതിയ ഫിനാൻഷ്യൽ ഇയറിലെ ഇത് വേണം, നമ്മുടെ NCL സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുന്നുണ്ട്. അപ്പം അഡ്മിഷൻ പർപ്പസിനായതുകൊണ്ട് ഒന്ന് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും. അവരെങ്ങനെ പിടിച്ചു വെക്കത്തൊന്നുമില്ല, അഡ്മിഷൻ പർപ്പസ് ആണെന്ന് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം സൈൻ, സിഗ്നേച്ചർ, സിഗ്നേച്ചർ, ഫോട്ടോ അതൊക്കെ അപ്ലോഡ് ചെയ്യുക. ഈ സിഗ്നേച്ചറും ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു സ്പെസിഫിക് അവരൊരു സൈസ് ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫോട്ടോന്റെ കേസിലാണെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. അതേപോലെ നമ്മുടെ 80% ഓഫ് നമ്മുടെ ഫേസ് ക്ലിയർ ആയിരിക്കണം, കാണാൻ പറ്റണം. മാസ്ക് ഒന്നും ധരിക്കാൻ പാടില്ല, നമ്മുടെ 2 ചെവിയും കാണാൻ പറ്റണം. അങ്ങനെ കുറച്ച് ഇതുപോലെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഫോട്ടോ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ ഇതൊക്കെ നിങ്ങൾ എൻഷുർ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യം അഡ്മിഷൻ പർപ്പസ്ഡാണ്, അവർ ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഫോട്ടോ എടുത്ത് തരണമെന്ന് പറഞ്ഞാൽ അവരെടുത്ത് തരും. സോ അതിനനുസരിച്ച് നിങ്ങൾ ഡോക്യുമെന്റ്സ്, ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്യുക. അതുപോലെ JPG ഫോമിൽ അല്ലെങ്കിൽ JPEG ഫോമിലൊക്കെ മാത്രമേ നമുക്ക് ഈ സിഗ്നേച്ചർ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഡൂയിങ് ഇറ്റ് പ്രോപ്പർലി. ആൻഡ് ദെൻ അതിന് കഴിഞ്ഞിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫീ പേയ്മെന്റ് ഓപ്ഷൻ ആണ്. ഓക്കെ, ഈ ഫീ പേയ്മെന്റ് ഓപ്ഷനിൽ നമുക്ക് ഫീസ് എല്ലാം പേ ചെയ്യുന്നതിന് ശേഷം നമുക്കിപ്പം UPI, നെറ്റ് ബാങ്കിങ് ഒക്കെ ഉണ്ട്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അത് വഴിയിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ഫീ പേ ചെയ്യാൻ പറ്റുന്നത്. ഈ ഫീ പേ ചെയ്തതിന് ശേഷം നമുക്കൊരു കൺഫർമേഷൻ പേജ് കിട്ടും. ഓക്കെ, അപ്പൊ ഈ കൺഫർമേഷൻ പേജ് നമ്മൾ മാൻഡേറ്ററി ആയിട്ടും നമ്മൾ പ്രിന്റ് എടുത്ത് വെക്കാം. കൺഫർമേഷൻ പേജും നമുക്ക് വരുന്ന നമ്മുടെ ആപ്ലിക്കേഷന്റെ ഒരു ഫൈനൽ സബ്മിറ്റഡ് ഫോമാറ്റും വരും. അത് രണ്ടും നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രിന്റ് എടുത്ത് വെച്ചേക്കണം. ഓക്കെ, കാരണം അതുപോലെ തന്നെ നമ്മുടെ പാസ്വേഡും ആപ്ലിക്കേഷൻ നമ്പറും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻ നമ്പറും നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു പാസ്വേഡ് ഉണ്ടായിരിക്കും. അത് രണ്ടും നോട്ട് ചെയ്ത് വെച്ചേക്കണം. കാരണം അത് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പിന്നെയുള്ള ഫെർദർ പ്രൊസീജിയേഴ്സ്. CUET-ന്റെ നമുക്ക് ഇതിന് ശേഷം ഈ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്തതിന് ശേഷം നമുക്ക് അഡ്മിറ്റ് കാർഡ് വരും, സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് ഒക്കെ വരും. അപ്പൊ ഇതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നമ്പറും നമ്മുടെ പാസ്വേഡും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ
അത് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ ഇപ്പം ഫീ പേയ്മെന്റ് സ്ട്രക്ചർ ആണെങ്കിൽ 2024 വരെ ഇതായിരുന്നു സ്ട്രക്ചർ. ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 2025 വരുമ്പം ഇതുവരെ അതിന്റെ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. 2025 ഫീ പേയ്മെന്റ് അല്ലെങ്കിൽ ഫീസ് പേപ്പർ ഓരോ പേപ്പറിനും ഇത്ര ഫീസ് ആയിരിക്കും എന്നൊന്നും അവർ ഇതുവരെ ഒരു അപ്ഡേറ്റും തന്നിട്ടില്ല. ഇപ്പോ കഴിഞ്ഞ വട്ടത്തത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ജനറൽ കാറ്റഗറിക്കൊക്കെ 3 സബ്ജക്ട് വരെ ഓപ്റ്റ് ചെയ്യുന്നതിന് 1000 രൂപയും അതിനുശേഷം നിങ്ങളിപ്പം എത്ര സബ്ജക്ട് ഓപ്റ്റ് ചെയ്യുന്നു, ഇപ്പൊ നമുക്ക് 5 പേപ്പർ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആദ്യത്തെ 3 സബ്ജക്റ്റിന് 1000 രൂപ അടയ്ക്കണം. പിന്നെ അടുത്ത ഓരോ സബ്ജക്റ്റിനും 400 വെച്ചിട്ട് അടയ്ക്കേണ്ടി വരും. ഇപ്പം OBC NCL അല്ലെങ്കിൽ EWSനൊക്കെ ആണെങ്കിൽ 900 റുപ്പീസ് ആയിരിക്കും ഫസ്റ്റ് 3 സബ്ജക്ട്സിന്. പിന്നെ അതിനുശേഷം 375 റുപ്പീസ് ആയിരിക്കും ഓരോ പേപ്പറിനും വരുന്നത്. അതുപോലെയാണ് ബാക്കിയുള്ള സെക്ഷൻസ്. ഇപ്പം അബ്രോഡ് സ്റ്റുഡൻസ് ആണ്, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണെങ്കിലൊക്കെ അവർക്ക് 4500 റുപ്പീസ് ആയിരിക്കും. അതുപോലെ അഡീഷണൽ പേപ്പേഴ്സിന് 1800 വരും. അതുപോലെ തന്നെ നമ്മുടെ SC ST PWBD തേർഡ് ജെൻഡേഴ്സിനൊക്കെ 800 റുപ്പീസും 350 റുപ്പീസും ആ ഒരു സ്ട്രക്ചറിലായിരിക്കും ഫീ പേയ്മെന്റ്. 2024 വരെ പോയിക്കൊണ്ടിരുന്നത്. 2025 അപ്ഡേറ്റ് വന്നിട്ടില്ല. നമ്മളിപ്പം CUET-ന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ 2022 പ്രോസ്പെക്ടസ് അവർ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ എന്റെ ഡീറ്റെയിൽസ്, എക്സാമിനെ പറ്റിയിട്ടുള്ള എന്റെ ഡീറ്റെയിൽസ് അവർ എന്ത് മെൻഷൻ ചെയ്യും. അപ്പൊ നമുക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്രോസ്പെക്ടസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ അതെല്ലാം നമുക്ക് ക്ലിയർ ആവും. ഇരുന്ന് വായിച്ചാൽ മതി. കുറച്ചധികം പേജസ് ഉണ്ടാവും, പക്ഷെ ഇരുന്ന് വായിക്കണം. കാരണം അത്യാവശ്യം നമുക്കൊരു ധാരണ വേണം എങ്ങനെയാണ് CUET ആപ്ലിക്കേഷൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ധാരണ വേണം. പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇതൊക്കെ കീ സെക്ഷൻ ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. CUET ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോഴും ചെയ്തതിന് ശേഷം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ റീസെന്റ് ആയിട്ട് എടുത്ത് തന്നെ ഒരു ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ എന്താ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ആവാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ കളർ ഫോട്ടോസ് ആവാം. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് എന്താ വേണ്ടേ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. 80% ഓഫ് മുഖം കണ്ടിരിക്കണം. മാസ്ക് ഒന്നും ധരിക്കാൻ പാടില്ല. സ്കാൻഡ് ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ സിഗ്നേച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് JPG അല്ലെങ്കിൽ JPEG ഫോമാറ്റ് ആയിരിക്കണം. അതേപോലെ സൈസ് ഓഫ് സ്കാൻഡ് ഫോട്ടോഗ്രാഫിന്റെ സൈസ് സ്കാൻ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ 10 KB to 200 KB വരെ ആയിരിക്കണം. അതിന്റെ ആ ഒരു ലിമിറ്റിന്റെ ഇടയിൽ നിൽക്കുന്നത്. പിന്നെ സിഗ്നേച്ചർ ആണെങ്കിൽ സിഗ്നേച്ചറിന്റെ സൈസ് വന്നിട്ട് 4 KB to 30 KB ആ ഒരു സൈസ് ആയിരിക്കണം. ആ ഒരു ലിമിറ്റിന്റെ ഇടയിലായിരിക്കണം നമ്മുടെ സിഗ്നേച്ചറിന്റെ സൈസ്. ഐ മീൻ ആ ഒരു അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കുള്ള ആ ഡോക്യുമെന്റിന്റെ സൈസ് ആണ് ഈ പറയുന്നത്. 10 KB to 200 KB, 4 KB to 30 KB എന്ന് പറയുന്നത്. പിന്നെ എല്ലാ കാൻഡിഡേറ്റ്സും നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ ഈ കൊടുക്കുന്ന ഇൻഫർമേഷൻ, നമ്മുടെ പേര്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ഫോൺ നമ്പേഴ്സ്, ഇമെയിൽ ID, നമ്മുടെ പേരൻസിന്റെ പേര്, നമ്മുടെ 10+2 മാർക്സ്, ഇതൊക്കെ അപ്ലോഡ് ചെയ്യുമ്പം നമ്മൾ കറക്റ്റ് മാത്രമേ അപ്ലോഡ് ചെയ്യാറുള്ളൂ. പക്ക ഒരു തെറ്റും ഒരു മിസ്റ്റേക്കും വരാതെ എന്താണോ ആപ്റ്റ് ആയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യണം. കാരണം പിന്നെ ഒരു സമയത്ത് അത് തെറ്റാണെങ്കിൽ ഇത് മാറ്റാൻ ഒരു വഴി ഉണ്ടാവില്ല. ഇപ്പം NTA-ക്ക് മെയിൽ അയച്ചാൽ പോലും അത് നടക്കത്തില്ല. കാരണം അവര് പ്രത്യേകം ഇൻസ്ട്രക്ഷൻസിൽ അതിന് പറയുന്നുണ്ടാവും നിങ്ങൾ ഈ ഫില്ല് ചെയ്യുന്ന ഓരോ പെർട്ടിക്കുലേഴ്സും കറക്റ്റ് ആയിരിക്കണം എന്നുള്ളത്. ഇമെയിൽ ആയാലും കാൻഡിഡേറ്റിന്റെ കോൺടാക്ട് ആയാലും അഡ്രസ് ആയാലും ജെൻഡർ ആയാലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയാലും ഒന്നിലും പിന്നെ നമുക്ക് ഫെർദർ ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. സോ എന്താണോ കറക്റ്റ് അതാത് പൂർണ്ണ ശ്രദ്ധയോടെ ഇരുന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. കാരണം എന്ന് വെച്ചാല് ഇപ്പം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ സബ്മിറ്റ് ചെയ്യുവാണെന്ന് വെച്ചോ, നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് വന്നു, പക്ഷെ പിന്നെ ഒരു സമയത്ത് NTA-ക്ക് മെയിൽ അയച്ചത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അവിടെ ഏറ്റവും വരുന്ന പ്രശ്നം എന്ന് പറയുന്നാല് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു യൂണിവേഴ്സിറ്റി ഓപ്ഷൻ ഫില്ലിംഗ് ഉണ്ട് നമുക്ക് ഈ ഒരു CUET ആപ്ലിക്കേഷന്റെ ഇടയിൽ. നമുക്ക് പ്രിഫറൻസ് കൊടുക്കാം, കോഴ്സ് ആൻഡ് യൂണിവേഴ്സിറ്റി പ്രിഫറൻസ് കൊടുക്കാം. അപ്പം നമ്മുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാല് പലരും ചോദിച്ചും പറഞ്ഞും ഞാൻ കേട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണത്. ഇപ്പം ആപ്ലിക്കേഷന്റെ സമയത്ത് ഇപ്പൊ CUET ആപ്ലിക്കേഷൻ ഒറ്റ ആപ്ലിക്കേഷൻ മാത്രം വെച്ചാൽ മതിയോ, വേറെ ആപ്ലിക്കേഷൻ എങ്ങാണ് യൂണിവേഴ്സിറ്റിക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇതിന്റെ ഈ CUET ആപ്ലിക്കേഷൻ മാത്രം പോരെ അഡ്മിഷന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഡൗട്ട് എല്ലാവരുടെയും മനസ്സിലുണ്ട്. പക്ഷേ നമ്മളിപ്പം CUET ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തു എന്ന് വെക്കുക, നമ്മൾ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് ഈ CUET സ്കോർ ആണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്.
നമ്മൾ ഓപ്ഷനും നമ്മൾ അവിടുത്തെ യൂണിവേഴ്സിറ്റീസിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ CUT സ്കോർ ഓരോ യൂണിവേഴ്സിറ്റിക്ക് ഉള്ള ഒരു ബേസ് മാത്രമാണ്. ഈ ഓരോ നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ പ്രിഫറൻസ് ഫില്ല് ചെയ്ത ഓരോ യൂണിവേഴ്സിറ്റിക്കും അവരുടേതായ ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പൊ ഈ ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്യണം, എന്നാൽ മാത്രമേ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ എലിജിബിൾ ആവത്തുള്ളൂ. ഇപ്പം DUന്റെ കേസിൽ എടുക്കുവാണെങ്കിൽ നിങ്ങൾ CUTന്റെ ആപ്ലിക്കേഷനിൽ DU ഓപ്ഷൻ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ട കോഴ്സും വെച്ചിട്ടുണ്ട്, അവിടെ കൊണ്ട് നിങ്ങൾ നിർത്തരുത്. അതല്ല അതിന്റെ എന്തെന്ന് പറഞ്ഞാല് ഇപ്പം DUന്റെ വെബ്സൈറ്റിൽ പോയി നോക്കുക, CUT.www.uod.ac.in എന്നാണ് DUന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ഈ CUT UG അറ്റൻഡ് ചെയ്തവർക്ക് ഒരു സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്താൽ മാത്രമേ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിന്റെ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് CUT ആപ്ലിക്കേഷൻ ആണ് ലാസ്റ്റ് വൺ. അതിനുശേഷം ഫർദർ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട എന്നുള്ളൊരു മനസ്സും വെച്ചിട്ടിരിക്കരുത്, അത് തെറ്റാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ആയാലും ഇപ്പൊ ജാമ്യ ആയാലും അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് ആയാലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ ആയാലും നിങ്ങൾക്ക് ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും അവരുടേതായ ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പൊ ആ ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻസ് മാൻഡേറ്ററി ആയിട്ടും നിങ്ങൾ ഫില്ല് ചെയ്യാം. അത് ഫില്ല് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് തന്നെ ഈ ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് ഈ അവരുടെ ഓരോ ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷനിൽ എന്ന് പറയുന്നത് ഇപ്പൊ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിന്റെ ആയാലും ജാമ്യയുടെ ആയാലും ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷനിലൊക്കെ ഓട്ടോ അപ്ഡേറ്റ് ആണ്, ഓട്ടോ ഫിൽ ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ CUTന്റെ ആപ്ലിക്കേഷനിൽ ഫില്ല് ചെയ്തേക്കുന്ന ഡീറ്റെയിൽസ് അത് മാത്രമായിരിക്കും ആ ഒരു നിങ്ങളിപ്പോ പേരായാലും ജെൻഡർ ആയാലും നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആയാലും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ ആയാൽ പോലും ആ ഒരു സെയിം സാധനം ഓട്ടോമാറ്റിക്കലി നിങ്ങൾ DUന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ അഡ്മിഷൻ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഓട്ടോമാറ്റിക്കലി അത് അപ്ഡേറ്റ് ആവും. നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, കൊടുക്കുന്ന CUTന്റെ ആപ്ലിക്കേഷനിൽ കൊടുക്കുന്ന ഒരു സാധനം പെർട്ടിക്കുലേഴ്സ് നെയിമിന്റെയും കോൺടാക്റ്റിന്റെയും ഒക്കെ പെർട്ടിക്കുലേഴ്സിൽ നിങ്ങൾ കൊടുക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് എന്നുള്ളത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യാം. കാരണം ഈ ഒരു സാധനം ഓട്ടോമാറ്റിക് ആയിട്ടായിരിക്കും ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസിന്റെ ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് അപ്ഡേറ്റ് ആവുന്നത്. ഇപ്പൊ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഖേദിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ഒരിക്കലും അതിനെ മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമ്പം വാലിഡ് ആയിട്ടുള്ള ഒരു ഫോൺ നമ്പറും അതുപോലെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐഡിയും കൊടുക്കുക. കാരണം ഇതിനകത്തൊക്കെ ആയിരിക്കും അപ്ഡേറ്റ് വരുന്നത്. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും അവരുടേതായ ഫോണും ഇമെയിൽ ഐ ഡി ഒക്കെ ഉണ്ട്. അപ്പം ആ നമ്പർ തന്നെ എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ള ഒരു നമ്പറും ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുക്കുക. കാരണം അതായിരിക്കും ഏറ്റവും ഒരു എന്താ പറയുക ഒരു സേഫ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഇപ്പം ആസ് ഐ സെഡ് ബിഫോർ കുറെ ചേഞ്ചസ് നമ്മുടെ CUTയിൽ വന്നിട്ടുണ്ട്. പ്രസ് മീറ്റില് അവരിപ്പം ഒരു ഫൈനൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇറക്കിയിട്ടില്ല, അത് 26th അവർ ഫൈനലൈസ് ചെയ്യും. ഇപ്പം ആസ് ഓഫ് നൗ അവർ ഒരു പ്രസ് മീറ്റിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യന്റെ എണ്ണത്തിൽ ഉള്ള വ്യത്യാസമാണ് ആദ്യം അവർ പറഞ്ഞത്. മുന്നേ നമുക്ക് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ വന്നിട്ട് 60 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും മാൻഡേറ്ററി ആണ്. അതുപോലെ എന്താ പറയാ ടൈമിംഗ് വന്നിട്ട് 60 മിനിറ്റ്സ് ആക്കിയിട്ടുണ്ട്. എല്ലാ പേപ്പറിനും 60 മിനിറ്റ് ടൈമിംഗ് ഉണ്ട്. സോ എന്താ പറയാ നമുക്ക് വൃത്തിക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു നോക്കി അനലൈസ് ചെയ്ത് 100% എന്ന് ഷുവർ ആയിട്ടുള്ള ഒരു സാധനം മാത്രം നിങ്ങൾ ഓപ്റ്റ് ചെയ്യാം, ഒരു ആൻസർ ഓപ്റ്റ് ചെയ്യാം. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ആയിരിക്കും, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും, MCQ ടെസ്റ്റ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് MCQ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാം വായിച്ചു നോക്കി ഓപ്ഷൻ ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യുക, നിങ്ങൾ ഒന്നുകൂടി ഒന്ന് തിരിച്ച് നോക്കുക, നിങ്ങൾ കറക്റ്റ് ഉത്തരമാണോ നിങ്ങൾ ഓപ്റ്റ് ചെയ്തത് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം. പിന്നെ സബ്ജക്ട് സെലക്ഷൻസിൽ 6 എണ്ണം ആയിരുന്നു ലാസ്റ്റ് ഇയർ വരെ, ഇപ്രാവശ്യം അത് 5 എണ്ണം ആക്കിയിട്ടുണ്ട്. പിന്നെ എക്സാമിനേഷൻ ഡ്യൂറേഷൻ 60 മിനിറ്റ് ആക്കി. പിന്നെ നമ്മുടെ ഇപ്പം നമ്മൾ ഏതെങ്കിലും ബൈ ചാൻസ് ഇപ്പം നമ്മൾ കുറച്ച് പേപ്പേഴ്സ് ഒക്കെ നമ്മൾ 5 പേപ്പർ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പൊ ആ 5 പേപ്പറിൽ നമുക്ക് ഒരു പേപ്പർ എഴുതാൻ പറ്റിയില്ല, നമുക്ക് എന്തെങ്കിലും അസുഖം കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് എഴുതാൻ പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പേപ്പർ കൺസിഡർ ചെയ്ത് എലിജിബിലിറ്റി വെച്ച് അഡ്മിഷൻ എടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ അവർ നമ്മളിപ്പം ജനറൽ ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്, ജനറൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജനറൽ ടെസ്റ്റിന്റെ ബേസിസിലായിരിക്കും ആ ഒരു മാർക്ക്, ആ ഒരു പേപ്പറിന്റെ എലിജിബിലിറ്റി അല്ലെങ്കിൽ മാർക്ക് അവർ കാൽക്കുലേറ്റ് ചെയ്ത് അഡ്മിഷൻ വേണ്ടി കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇത്രയും ചേഞ്ചസ് ആണ് ആസ് ഓഫ് നൗ അവര് NTA
പ്രസ് മീറ്റിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ യൂണിവേഴ്സിറ്റീസിലും അവരുടേതായ ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, എല്ലാ യൂണിവേഴ്സിറ്റീസിലും നിങ്ങൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അവരുടെ എല്ലാം വെബ്സൈറ്റ് നിങ്ങൾ നോക്കണം, അവിടെ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. വെറുതെ പ്രൈവറ്റ് സൈറ്റിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും പോപ്പായി വരുന്ന വെബ്സൈറ്റ്സിൽ പോയി നോക്കാതെ നിങ്ങൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ്, ഇപ്പൊ ജാമ്യ ആണെങ്കിൽ ജാമ്യ മില്ലിയ ഇസ്ലാമിയന്റെ വെബ്സൈറ്റിൽ ചെന്ന് നോക്കുക, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ആണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയുടെ തന്നെ വെബ്സൈറ്റിൽ ചെന്ന് നോക്കുക, അഡ്മിഷൻ റിലേറ്റഡ് അപ്ഡേറ്റ്സ് വല്ലതും ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് ഏതാണെന്നുള്ളത് അവിടെ തന്നെ നോക്കി നിങ്ങൾ എൻഷുർ ചെയ്യാം. പിന്നെ ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻ ആരും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫെർദർ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോസസ്സിലേക്ക് നിങ്ങൾ എലിജിബിൾ ആവില്ല. പിന്നെ ഇപ്പം DUന്റെ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ ഞാൻ പറയാം. കാരണം ആസ് എ DU സ്റ്റുഡന്റ് ഞാൻ നിങ്ങൾക്ക് DUന്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഐ വിൽ ജസ്റ്റ് ഗിവ് എ ജസ്റ്റ് ഓഫ് ഇറ്റ്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അഡ്മിഷൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അതിനെ പറ്റിയിട്ട് സംസാരിക്കാം. അപ്പം ഇപ്പൊ ജസ്റ്റ് ഞാൻ ഒരു ഔട്ട്ലൈൻ പറഞ്ഞുതരാം. ബേസിക്കലി DUന്റെ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് അഡ്മിഷൻ പ്രോസസ് എന്ന് പറയുന്നത് 3 സ്റ്റേജസ് ആണ്. phase 1, phase 2, phase 3. ഈ phase 1 വന്നിട്ട് നമുക്ക് എന്താ പറയാ, രജിസ്ട്രേഷനും നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ലിങ്ങും ആണ് phase 1 വരുന്നത്. അപ്പം ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ നമ്മുടെ നോർമൽ എന്താണ് നമ്മുടെ ഒരു CUET ആപ്ലിക്കേഷൻ ഫോം നമ്പർ ഒക്കെ വെച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോമിൽ നമുക്ക് വേണ്ട നമ്മുടെ സബ്ജക്ട് മാപ്പിംഗ് അങ്ങനെയുള്ള നമ്മൾ +2 പഠിച്ച സബ്ജക്ട്സ് ഒക്കെ ചെയ്യുക. നമ്മുടെ സബ്ജക്ട് മാപ്പിംഗ് നമ്മൾ +2 പഠിച്ച സബ്ജക്ട്സും നമ്മൾ CUETക്ക് നമ്മൾ അറ്റൻഡ് ചെയ്ത സബ്ജക്ട്സും തമ്മിലുള്ളൊരു മാപ്പ്, അത് രണ്ടും മാപ്പ് ചെയ്യുക. പിന്നെ എന്റെ സ്കോർ മെൻഷൻ ചെയ്യുക. ഇതൊക്കെയാണ് അവിടെ വരുന്നത്. പിന്നെ സെക്കൻഡ് ഫേസ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പ്രിഫറൻസ് ഫില്ലിംഗ് ആണ്. ഈ പ്രിഫറൻസ് ഫില്ലിംഗിൽ നമുക്ക് ഏതൊക്കെ കോളേജസ് ഏതൊക്കെ കോഴ്സ് അത് നമ്മൾ ഫില്ല് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം ഇപ്പൊ പ്രിഫറൻസ് ഫില്ലിങ്ങിന്റെ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റിംഗിന്റെ ഒരു ഓപ്ഷൻ വരും. അത് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പം മനമാറ്റം ഉണ്ട്, നമുക്ക് ചില കോഴ്സ് മുകളിലേക്ക് വെക്കണം, ചില കോഴ്സ് സെക്കൻഡ് പ്രിഫറൻസ് ആക്കിയാൽ മതി എന്നുള്ളൊരു ഇത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനാണ് ഈ ഒരു എഡിറ്റിംഗിന്റെ ഓപ്ഷൻ. ഈ ഓപ്ഷൻ ഫില്ലിംഗ് അല്ലെങ്കിൽ ഈ പ്രിഫറൻസ് ഫില്ലിംഗ് നമുക്ക് ആംപിൾ ടൈം കിട്ടും. വിൽ ബി ഗെറ്റിംഗ് ആംപിൾ ടൈം. അതുകൊണ്ട് കൃത്യമായി ഒരു 5 ദിവസമൊക്കെ എടുത്ത് നിങ്ങൾ ഏതൊക്കെ കോളേജ് ഉണ്ട്, ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സ് ഉണ്ട്, ഏതൊക്കെ ആ കോഴ്സിന് നല്ല ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയാണ്, കോളേജുകളുടെ ഡിപ്പാർട്ട്മെന്റ് അവിടെ നിങ്ങളിപ്പം ഓപ്റ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് നല്ലതാണോ അല്ലയോ, ആ കോളേജിന്റെ ഡിപ്പാർട്ട്മെന്റ് നല്ലതാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ എൻഷുർ ചെയ്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, ആ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഈ ഇതിലേക്ക് പ്രൊസീജിയറിലേക്ക് ഓപ്ഷനിലേക്ക് പ്രിഫറൻസ് ഫില്ലിംഗിലേക്ക് നിങ്ങൾ കടക്കാം. കാരണം ഒരിക്കലും അവസാന നിമിഷം വരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്, ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത് ഇത് പ്രിഫറൻസ് ഫോം ഫില്ല് ചെയ്യാൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാനൊക്കെ. കാരണം ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ സൈറ്റ് ഡൗൺ ആയിരിക്കും, സൈറ്റ് ക്രാഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സെക്കൻഡ് ഫേസ് കംപ്ലീറ്റ് ചെയ്യാത്തവർക്ക് തേർഡ് ഫേസിലേക്ക് പോകാൻ പറ്റില്ല. ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള ഒരു പ്രൊസീജിയേഴ്സിലേക്ക് ഇത് ചെയ്യാൻ പറ്റും. സോ ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ആവശ്യത്തിലധികം സമയം തരും. ഒരു 2-2.5 ആഴ്ച എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിനകത്ത് ഒരു പകുതി നേരം അല്ലെങ്കിൽ പകുതി ദിവസം ഒരു 4-5 ദിവസം എടുത്ത് നിങ്ങൾ വൃത്തിക്ക് നോക്കുക ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ കോഴ്സ് ഉണ്ട്, അത് ഡിപ്പാർട്ട്മെന്റ് അവിടുത്തെ നല്ലതാണോ. കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് ഡൽഹി യൂണിവേഴ്സിറ്റീസിന്റെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പ്, മലയാളി ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതിനകത്തൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും അവിടെ പലർത്തും ഈ നല്ല ഈ കോഴ്സുകൾ നിങ്ങൾക്ക് ഇപ്പം എക്കണോമിക്സ് ഓണേഴ്സ് ആണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഓണേഴ്സ് ആണ് അല്ലെങ്കിൽ BCom ഓണേഴ്സ് ആണ്, BCom പ്രോഗ്രാം ആണ്, ഇതിനൊക്കെ നല്ല കോളേജുകൾ ഏതൊക്കെ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ആണ് നല്ലതെന്നൊക്കെ ഉള്ളത് മെൻഷൻ ചെയ്യുന്ന ഒരുപാട് ഒരു ലിസ്റ്റ് വരാറുണ്ട്. ഒരുപാട് വട്ടം ഞാൻ അത് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു കോളേജ് നിങ്ങൾക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് ഓപ്ഷൻ ഫില്ല് ചെയ്യാം. അതിനുശേഷം ഓപ്ഷൻ ഫില്ലിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ഫേസ് വന്നിട്ട് വരുമ്പോഴത്തേക്ക് സീറ്റ് അലോക്കേഷൻ ആണ്. ഇപ്പൊ ഈ സീറ്റ് അലോക്കേഷനിൽ വരുന്ന എല്ലാവരുടെയും സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് ഓക്കെ അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കിട്ടിയ കോഴ്സും കിട്ടിയ കോളേജും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ കിട്ടിയ കോഴ്സും കിട്ടിയ കോളേജും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് എനിക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അപ്ഗ്രേഡിനുള്ളൊരു ഓപ്ഷൻ കാണില്ല, എന്താ ചെയ്യാന്ന് ചോദിക്കാറുണ്ട് പലരും.
നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമുക്കൊരു സീറ്റ് അലോക്കേറ്റ് ആയി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അക്സെപ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അക്സെപ്റ്റ് ഡിക്ലൈൻ. ഈ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം, അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ആ ഒരു ഫീ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, കോഴ്സിന്റെ ഫീ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫെർദർ പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ അപ്ഗ്രേഡിനായാലും സീറ്റ് ഫ്രീസ് ചെയ്യാനാണെങ്കിലും അഡ്മിഷൻ വേണമെങ്കിൽ വിഡ്രോ ചെയ്യാനാണെങ്കിലും ഉള്ളൊരു ഓപ്ഷൻ നമ്മൾ ഈ അക്സെപ്റ്റ് ചെയ്ത് ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉണ്ടാവത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാതെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു അഡ്മിഷൻ പ്രോസസ്സിൽ നമ്മൾ ഔട്ടാവും. അപ്പൊ നമുക്ക് എന്താ പറയാ, ഫെർദർ നമുക്ക് ആ ഒരു അഡ്മിഷൻ പ്രോസസ്സിന്റെ പാർട്ടാകാനൊന്നും പറ്റില്ല. സോ ആദ്യം നിങ്ങൾക്ക് സീറ്റ് അലോക്കേറ്റ് ആയി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇപ്പൊ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ പോലും ചെയ്യണ്ടെങ്കിലും നിങ്ങൾ ആദ്യം വന്ന സീറ്റ് അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഫീ പേ ചെയ്യുക. ഫീ പേ ചെയ്യണം. കൈൻഡ് ഓഫ് എന്താ പറയാ, നിങ്ങൾക്ക് ഈ ഫീ പേയ്മെന്റ് ഓപ്ഷൻ എപ്പോഴാ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ സീറ്റ് അലോക്കേറ്റ് ആയി നമ്മൾ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ത്രീ സ്റ്റേജസ് ഉണ്ട്. ഡോക്യുമെന്റ് വെരിഫൈഡ് ബൈ കൺവീനർ ഡിപ്പാർട്ട്മെന്റ്, പിന്നെന്തോ നമ്മുടെ ഡോക്യുമെന്റ് വെരിഫൈഡ് ബൈ പ്രിൻസിപ്പൽ, അങ്ങനെ ഒരു 3 സ്റ്റേജ്. ഈ ഡോക്യുമെന്റ് വെരിഫൈഡ് ബൈ പ്രിൻസിപ്പൽ എന്നുള്ളതാണ് ഫൈനൽ വരുന്നത്. ഓക്കെ, ഈ ഫൈനൽ വന്നിട്ട് ഡോക്യുമെന്റ് വെരിഫൈഡ് എന്നുള്ളൊരു സ്റ്റാറ്റസ് വരും. ഈ ഡോക്യുമെന്റ് വെരിഫൈഡ് എന്നുള്ള സ്റ്റാറ്റസ് വന്ന് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് വരുന്ന ഫീ പേയ്മെന്റ് ഓപ്ഷൻ. അപ്പൊ ഈ ഫീയും പേ ചെയ്യണം. ഫീ പേ ചെയ്യുമ്പോഴത്തേക്ക് ഫീ പേ ചെയ്ത് ഡോക്യുമെന്റ് ഒക്കെ വെരിഫൈ ചെയ്ത് ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ്ലി വെരിഫൈഡ് എന്ന് വന്ന് ഫീ പേയ്മെന്റും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്തായാലും ഫ്രീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ അവൈലബിൾ ആയിരിക്കും. അഡ്മിഷൻ എന്താ പറയാ അപ്ഗ്രേഡ് കൊടുക്കാനും വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പോൾ വരുന്നത്. അതുകൊണ്ട് ആരും ഒരിക്കലും പാനിക് ആവരുത്. എനിക്കത് അപ്ഗ്രേഡ് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ല, എന്താ ചെയ്യേണ്ടേ എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് സീറ്റ്, നിങ്ങൾക്ക് ആ ഒരു കിട്ടിയ കോഴ്സും കോളേജും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് അക്സെപ്റ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡിന് കൊടുക്കാം. പിന്നെ വിഡ്രോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് DUയിൽ നിങ്ങൾക്ക് അഡ്മിഷനെ വേണ്ട എന്നുള്ളൊരിതാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊടുക്കാം, വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ DUവിന്റെ ആപ്ലിക്കേഷനിലൊക്കെ ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ എന്താ പറയാ ബ്ലോക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യപ്പെടാത്ത ബാങ്ക് ഒക്കെ വേണം നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കാൻ. കാരണം എങ്ങാനും നിങ്ങൾ ബൈ ചാൻസ് അഡ്മിഷൻ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണോ DUവിന്റെ ആപ്ലിക്കേഷനിൽ കൊടുത്ത അല്ലെങ്കിൽ DUവിന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്ത ബാങ്ക് അക്കൗണ്ട് അതിനകത്തേക്കായിരിക്കും പൈസ വരുന്നത്. അപ്പം അതുകൊണ്ട് മാക്സിമം അങ്ങനെയുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട്സ് യൂസ് ചെയ്യാം. പിന്നെ വന്നിട്ട് ഈ അപ്ഗ്രേഡ് എന്നുള്ളൊരു ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയ ഡൗട്ട് എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് അവർ അപ്ഗ്രേഡേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാല്, ഇപ്പം അപ്ഗ്രേഡേഷൻ പ്രോസസ്സിൽ നമുക്ക് വന്നിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം ദയാൽ കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. ഇപ്പൊ ദയാൽ കോളേജിൽ എന്റെ എക്കണോമിക്സ് ഓണേഴ്സ് എന്ന് പറയുന്ന എന്റെ പ്രിഫറൻസ് 8ാമത്തെ ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ 8ാമത്തെ പ്രിഫറൻസ് ആണെങ്കിൽ ഈ 8ന്റെ മുകളിലേക്ക് എത്ര ഓപ്ഷൻസ് അല്ലെങ്കിൽ എത്ര പ്രിഫറൻസസ് ഞാൻ വെച്ചിട്ടുണ്ടോ, ഏതൊക്കെ കോളേജോ ഏതൊക്കെ കോഴ്സോ എനിക്ക് പ്രിഫറൻസസ് വെച്ചിട്ടുണ്ടോ ആ അത്ര കോളേജും കോഴ്സുകളും മാത്രമേ കൺസിഡർ ചെയ്യപ്പെട്ടുള്ളൂ. അതിന്റെ താഴേക്കുള്ള 8ന്റെ താഴേക്കുള്ള ഈ 9ാമത്തെയും 10ാമത്തെ 9ാമത്തെ തൊട്ടുള്ള പ്രിഫറൻസ് എൻ്റെ ഇത് കൺസിഡർ ചെയ്യത്തില്ല. അത് ഓട്ടോമാറ്റിക്കലി ഡിസേബിൾ ആവും. ഇതിന്റെ മുകളിലേക്കുള്ള ഏതൊക്കെ കോഴ്സും കോളേജുകളാണോ അത് മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. സോ ഇതാണ് ഓൾ ഇൻ ഓൾ എന്താ പറയുക ഒരു DUവിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വയറീസ് നിങ്ങൾക്ക് ടു ദ എൻഡ് ഓഫ് ദ സെഷൻ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. സോ ഐ ഹോപ്പ് ഇതുവരെ നിങ്ങൾക്ക് UG CUT UGന്റെ അഡ്മിഷൻ പ്രോസസ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറും എക്സാമിനേഷന്റെ സ്ട്രക്ചറും അതുപോലെ DUവിന്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും ഒക്കെ ക്ലിയർ ആണോ എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ക്വയറീസ് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. താങ്ക് യു സൂര്യഗായത്രി, താങ്ക്സ് ഫോർ ദാറ്റ്. അപ്പം ഐ ഹോപ്പ് എല്ലാവർക്കും സൂര്യഗായത്രി പറഞ്ഞ ഇൻഫർമേഷൻസ് ഒക്കെ ശരിക്കും കിട്ടിയിട്ടുണ്ടെന്ന്. ആൻഡ് ആസ് ഷീ ടോൾഡ് നമുക്കിവിടെ ഒരു Q&A സെഷൻ ഉണ്ടായിരിക്കും അറ്റ് ദ എൻഡ് ഓഫ് ദ മീറ്റിംഗ്. ബട്ട് നമുക്ക് ഓൾറെഡി ഇവിടെ ചാറ്റ് ബോക്സിൽ ഒരു ക്വയറി കിട്ടിയിട്ടുണ്ട്. സൂര്യഗായത്രി, വുഡ് യു ലൈക്ക് ടു അഡ്രസ് അത് ഇപ്പൊ തന്നെ അഡ്രസ് ചെയ്യണോ അതോ എൻഡിലാക്കണോ? ഇല്ല, കുഴപ്പമില്ല, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. 6 മാർക്ക് ഇല്ല, 10 മാർക്ക് എന്താ പറയുന്നത്, 10 മാർക്ക് അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ക്വസ്റ്റ്യനും ഒന്നാണ് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇപ്പം നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് നമുക്ക് ശരി ഉത്തരം കിട്ടിയോ, ആ കിട്ടിയ മാർക്കിനായിരിക്കും നമ്മുടെ നെഗറ്റീവ് മാർക്കിംഗ് കുറയ്ക്കപ്പെടുന്നത്. ഇപ്പം 1 മാർക്കാണ് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് എങ്കിൽ നമുക്ക് ഒരു ചോദ്യം നമുക്ക് തെറ്റിയെന്ന് വെച്ചോ, അപ്പം ആ ഒരു ചോദ്യത്തിന്റെ നെഗറ്റീവ് മാർക്കിംഗ് 1 മാർക്ക് പ്ലസ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മൊത്തത്തിൽ തെറ്റാ ചെയ്യുന്നത്, അപ്പൊ അതിന്റെ ആ ഒരു 5 മാർക്കും കൂടി പോയിട്ടാണ് അങ്ങനെയാണ് ഒരു 6 മാർക്ക് അവിടെ വരുന്നത്. മനസ്സിലായോ? 1 മാർക്ക് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ആണ്, പ്ലസ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ മൊത്തത്തിൽ തെറ്റല്ലേ, അപ്പൊ ആ ഒരു മൊത്തത്തിൽ തെറ്റുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യന്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 5 മാർക്ക് ആയിരുന്നു. അപ്പൊ ആ ഒരു 5 മാർക്കും പിന്നെ ഈ ഒരു നെഗറ്റീവ് മാർക്കിംഗ് 1 മാർക്കും ആയിട്ട് ഒരു 6 മാർക്കാണ് നമുക്ക് പോകുന്നത്. ആ 6 മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ശരി ഉത്തരം കിട്ടിയോ ആ ശരി ഉത്തരം ഇൻറ്റു 5, ആ 5 മാർക്സ് ആണ് നമുക്ക് ഒരു റൈറ്റ് ആൻസറിന് കിട്ടുന്നത്. ആ റൈറ്റ് ആൻസറിന്റെ കിട്ടിയ എത്ര ചോദ്യം, ഇപ്പം 25 ചോദ്യം ശരിയായെങ്കിൽ 25 × 5 എത്ര മാർക്കാണോ നമുക്ക് ആ ഒരു ശരി ഉത്തരത്തിന് കിട്ടുന്നത്, എല്ലാം കൂടെ റൗണ്ട് ഓഫ് ചെയ്ത് ആ ഒരു അഗ്രിഗേറ്റിന്ന് നമുക്ക് എത്ര എണ്ണം തെറ്റിയിട്ടുണ്ട് ആ ഒരു, ഇപ്പം ഒരു ചോദ്യത്തിന് അപ്പൊ തെറ്റി കഴിഞ്ഞാൽ 6 മാർക്ക് പോകും. ഇപ്പൊ ഒരു 4 ചോദ്യം തെറ്റിയിട്ടുണ്ടെങ്കിൽ 4 × 6, ആ ഒരു 4 × 6 ആണ് അവിടെ ആ ഒരു ടോട്ടൽ അഗ്രിഗേറ്റ് ഓഫ് 25 ക്വസ്റ്റ്യൻസിന്റെ മാർക്കിന്ന് കുറയ്ക്കപ്പെടുന്നത്. മനസ്സിലായോ? ഐ ഹോപ്പ് ഷമീഖ് ഇറ്റ്സ് ക്ലിയർ. എന്തേലും ഒന്ന് റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ. ആളില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ബട്ട് ഡോൺ വറി, നമ്മൾ എന്തായാലും എൻഡിൽ എന്തായാലും ഒരു Q&A വെക്കുന്നുണ്ടാവുമല്ലോ, അപ്പൊ പറയുന്നുണ്ടാവും അവര് ഓൾറെഡി. ഒരു ക്വറിയും കൂടി വന്നിട്ടുണ്ട്, ബട്ട് നമുക്കത് എൻഡിലോട്ട് മാറ്റാം. ഇസ് ദാറ്റ് ഓക്കെ? Yeah, it's absolutely fine. You can proceed with the next. Okay. So, as Surya Gayatri told, നമ്മൾ ഓൾറെഡി എക്സാമിന്റെ ഡീറ്റെയിൽസ്, രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ കോളേജും യൂണിവേഴ്സിറ്റീസും സെലക്ട് ചെയ്യുന്ന ഇമ്പോർട്ടൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഈ ഒരു എക്സാമിന് നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന നിലയിൽ തന്നെ കാണേണ്ടതാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്യാം. അപ്പം ഇപ്പൊ നമ്മളെല്ലാവരും DU സ്റ്റുഡൻസ് ആണ്, ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ഇനി അടുത്ത സ്പീക്കർ എന്ന് പറയുന്നത് ലുലു ആണ്, ലുലു ഷെദ. അപ്പം ലുലു വിൽ ബി ടെല്ലിംഗ് us about the experience in ഡൽഹി യൂണിവേഴ്സിറ്റി. ഡൽഹി യൂണിവേഴ്സിറ്റി നമുക്ക് തന്ന എക്സ്പോഷർ, എക്സ്പീരിയൻസസ് എല്ലാം ലുലു ആയിരിക്കും പറയാ. ലുലു രാംജാസ് കോളേജിലെ 3rd ഇയർ സുവോളജി ഓണേഴ്സ് സ്റ്റുഡന്റ് ആണ്. ലുലു മൈത്രി എന്ന് പറഞ്ഞ ഒരു ഡൽഹി മലയാളി സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഉണ്ട്, അപ്പം അതിന്റെ വർക്കിംഗ് സെക്രട്ടറി കൂടിയാണ്. അപ്പം ലുലു നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി നമുക്ക് തരുന്ന ഓപ്ഷൻസും എക്സ്പോഷറും ഒക്കെ പറഞ്ഞിരുന്നതാണ്. നമുക്ക് ഓൾറെഡി കുറെ ക്വയറീസ് കിട്ടുന്നുണ്ട്, ബട്ട് ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നമ്മൾ എന്തായാലും ലാസ്റ്റ് എൻഡിൽ ഈ ഒരു Q&A സെക്ഷൻ സീരിയസ് ആയിട്ട് തന്നെ പറയേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ക്വസ്റ്റ്യൻസ് അതിൽ പുട്ട് ചെയ്യാം, ഇപ്പൊ തന്നെ ചെയ്യാം കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. സോ വെൽക്കം ലുലു ഷെദ. പിന്നെ ഈ ലുലു നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പീരിയൻസസിനെ കുറിച്ച് പറയുന്നത്. Hello, good evening all. Am I audible? Yes. Okay, so good evening all. എൻ്റെ പേര് ലുലു ഷെദ. ഞാൻ രാംജാസ് കോളേജിൽ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ രാംജാസ് കോളേജിൽ BSc ഹോണേഴ്സ് സുവോളജി വിദ്യാർത്ഥിനിയാണ്. ബേസിക്കലി ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ ഇപ്പം ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CUET കഴിഞ്ഞിട്ട് നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ട് ഇവിടെയുള്ള എക്സ്പോഷർ എങ്ങനെയാണ്, അക്കാദമിക്സ് എങ്ങനെയാണ്, പിന്നെ ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഐ ബി ഷെയറിംഗ് മൈ PPT. സോ PPT കാണുന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. PPT കാണുന്നുണ്ടോ എല്ലാവർക്കും? Yeah, it's visible. ഓക്കെ. ഓക്കെ, സോ നമ്മൾ സാധാരണ പറയുന്നതാണ് ഡൽഹി യൂണിവേഴ്സിറ്റി ത്രൂ CUET 2025 യുവർ ഫ്യൂച്ചർ ബിഗിൻസ് ഹിയർ. എനിക്കറിയാം ഇത് കുറച്ചൊരു ക്ലീശയാണ്, പക്ഷെ നമ്മൾ സാധാരണ നമ്മളൊരു 10th കഴിഞ്ഞിട്ട് നമ്മളോട് നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് പറയുന്നതാണ് ഇതാണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ്. ഇനി 12th കഴിഞ്ഞാൽ നമ്മുടെ അപ്പയും പേരൻസ് പറയും, അല്ലെങ്കിൽ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ ടീച്ചേഴ്സ് ഒക്കെ പറയുന്നതാണ് നമ്മുടെ ഫ്യൂച്ചർ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ടേണിംഗ് പോയിന്റ് ഇവിടെയാണ്. അത് നമ്മളെ ലൈഫിൽ എവിടെയാണോ നമ്മളൊന്ന് ചേഞ്ച് ആയിട്ട് പോകുന്നത് അവിടെയൊക്കെ നമ്മൾ എന്താ പറയാ, അതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് പറയാം. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഈ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വന്നാൽ ഓഫ് കോഴ്സ് നമ്മൾ എന്താണ്, ഇത് നല്ലൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ആൻഡ് ഓൾസോ നമ്മൾ ആദ്യം മുതലേ പറയുന്നതാണ്, നമ്മൾ ഇവിടെ ഞാൻ വന്ന സമയത്തും ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോയാൽ നമ്മൾ ഫസ്റ്റ് ഇയറിലുള്ള ആളായിരിക്കില്ല നമ്മൾ 3rd ഇയർ കഴിഞ്ഞ് പോകുമ്പോഴേക്ക്.
ബിക്കോസ് അതെന്താന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഗ്രോത്ത് വരും. പേഴ്സണലി നമ്മളെ പേഴ്സണാലിറ്റിക്ക് നല്ല ഗ്രോത്ത് വരും. ആൻഡ് ഓൾസോ അതിന്റെ കൂടെ തന്നെ നമ്മളെ അക്കാദമിക്കലി നന്നായിട്ട് മുന്നിട്ടിരിക്കും. ഓക്കെ. ആൻഡ് ഓൾസോ ഡൽഹി യൂണിവേഴ്സിറ്റി മോസ്റ്റ് ഓഫ് ദി കോളേജസിലും നമ്മുടെ കോഴ്സ് വരുന്നത് ഹോണേഴ്സ് ഡിഗ്രീസ് ആണ്. ആൻഡ് ഓൾസോ ചില കോഴ്സസ് മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടും വരാറുണ്ട്. സോ നമ്മൾ അതിന്റെ സ്ലൈഡ്സ് കണ്ടിട്ട് മെല്ലെ മെല്ലെ ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റി നമ്മൾ റെഡ് ബ്രിക്സ് കാര്യങ്ങൾ കാണിച്ച് നമ്മൾ മോസ്റ്റ് ഓഫ് ദ കോളേജസ് ഇൻ ഡൽഹി യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചറിലേക്കും ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്റെ വീഡിയോക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് വീഡിയോക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇടയ്ക്കൊന്ന് സ്റ്റക്ക് ആയി. ഓക്കെ ഓക്കെ. സോ ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഓക്കെ. സോ വൈ ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ NIRF റാങ്കിങ് ഉണ്ട്. NIRF റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ നല്ല കോളേജസ് വരുന്നത് എല്ലാം ഈ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലാണ്. മോസ്റ്റ് ഓഫ് ദി കോളേജസും ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ വരുന്ന കോളേജസ് ആണ്. ആൻഡ് ഓൾസോ ഡൽഹി യൂണിവേഴ്സിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെയുള്ള കോഴ്സസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോണേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി കോഴ്സസ് എന്താണ് മൾട്ടി ഡിസിപ്ലിനറി പ്രോഗ്രാം ഡിഗ്രീസ് ആണ്. ഓക്കെ. സോ അതായത് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താണ് എക്കണോമിക്സ് പ്ലസ് വേറെ ഏതെങ്കിലും BCom പ്ലസ് എക്കണോമിക്സ് അങ്ങനെയൊക്കെ വരുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി പ്രോഗ്രാംസ് ആയിരിക്കും. അല്ലാത്ത പക്ഷം ഹോണേഴ്സ് ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാം ഹോണേഴ്സ് ഡിഗ്രി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ കോളേജസ് ആണ് മെജോറിറ്റി കോളേജസ് എന്താണ് BSc സുവോളജി അല്ലെങ്കിൽ BSc പൊളിറ്റിക്സ് അങ്ങനെ BA പൊളിറ്റിക്സ് അങ്ങനെയൊക്കെ വരാനുള്ളത്. അപ്പൊ നമ്മൾ ഹോണേഴ്സ് ഡിഗ്രി ആവുന്ന സമയത്ത് അത് കുറച്ചുകൂടെ എന്തായിരിക്കും സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. ഓക്കെ. നമ്മൾ നല്ല ഇൻ ഡെപ്ത് പഠിക്കും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ നാട്ടിലെ ഒരു കോളേജിൽ പഠിച്ചിട്ട് നമ്മൾ ഒരു 3rd ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഇവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിട്ട് നമ്മൾ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ നോളജ് ഇൻ ഡെപ്ത് നമുക്ക് കിട്ടിയിരിക്കും. ആൻഡ് ഓൾസോ നമുക്കറിയാം ഡൽഹി നമ്മുടെ ഇന്ത്യസ് ക്യാപിറ്റൽ ആണ് അല്ലേ. സോ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ആംബിയൻസ് ഇൻ ഇന്ത്യസ് ക്യാപിറ്റൽ നാഷണൽ ക്യാപിറ്റൽ അത് വേറെ ഒരു എക്സ്പോഷർ ആണ്, വേറെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ. നമുക്ക് എന്താ പറയുക ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരു പാൻ ഇന്ത്യ വൈബാണ്. അതായത് നമുക്ക് എന്താണ് ഭയങ്കര കൾച്ചറൽ എക്സ്പോഷേഴ്സ് ഇവിടെ കിട്ടും. നമ്മുടെ കൂടെ പഠിക്കുന്നവരായിരിക്കട്ടെ നമ്മുടെ കോളേജിൽ ഇരിക്കുന്നവരായിരിക്കട്ടെ ഇവരൊക്കെ എന്താണ് പല പല വെറൈറ്റി ഓഫ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും. ആൻഡ് ഓൾസോ നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ റിനോൺഡ് ഫോർ വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ ആണ്. ആൻഡ് ഓൾസോ അവിടെ എന്താണ് നമ്മുടെ കോസ്റ്റ് എന്താണ് വളരെ കുറവാണ്, നമ്മുടെ ഫീസ് എന്താണ് വളരെ കുറവാണ്. നല്ല എഡ്യൂക്കേഷൻ കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ അത് വേർത്ത് ആണ്. ഓക്കെ. ആൻഡ് ഓൾസോ നമുക്ക് മൾട്ടി കൾച്ചറൽ എൻവയോൺമെന്റ് ആണ്. ആൻഡ് ഓൾസോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതും അത്രയും ഉഷാറായിട്ടാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ആൻഡ് നല്ല പ്ലേസ്മെന്റ് സെൽസും അലുമിനി നെറ്റ്വർക്ക്സും നമ്മുടെ എന്ത് ചെയ്യും നമ്മുടെ ടോപ്പ് ജോബ്സ് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിലൊക്കെ വേൾഡ് വൈഡ് നമുക്ക് ചാൻസസ് കിട്ടാനുള്ള ആ ഒരു എന്താണ് ഇത് കൂടിക്കൊണ്ടിരിക്കും. ആൻഡ് ഓൾസോ നമ്മുടെ ഈ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ സിലബസ് ഇപ്പൊ പറയാന്നുണ്ടെങ്കിൽ NEP അലൈൻഡ് ആയിട്ടുള്ള UGSCF 2022 ആണ്. അതാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ. NEP നമുക്കറിയാം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം നമ്മുടെ എന്താണ് ഈ ഒരു ഗവൺമെന്റ് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സിലബസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത പ്രകാരം അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് വരുന്നത് 4 years ആണ്. പിന്നെ നമുക്കറിയാം ഓഫ്കോഴ്സ് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നല്ല ഗുഡ് ഫാക്കൽറ്റീസും ഡിപ്പാർട്ട്മെന്റ്സും ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ആൻഡ് ഓൾസോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മുടെ കോളേജസിലൊക്കെ ഒരുപാട് സൊസൈറ്റീസും ഫെസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. സോ അതാണ് നമ്മൾ സാധാരണ ഡൽഹി യൂണിവേഴ്സിറ്റി കൂടുതൽ കുട്ടികളും ചൂസ് ചെയ്യാനുള്ളൊരു റീസൺ അല്ലെങ്കിൽ നല്ലൊരു യൂണിവേഴ്സിറ്റി ആണ് നമ്മൾ പറയാനുള്ളൊരു റീസൺ. പിന്നെ നമ്മൾ സാധാരണ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നമ്മൾ എങ്ങനെ കാണാറുള്ളത് ഇപ്പോൾ ഒരു അലിഗഡിനെ പറയാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജാമ്യ എന്ന് പറയാം അതൊക്കെ ഒരു സെൻട്രലൈസ്ഡ് ആണ്. അതായത് ആ ഒരു യൂണിവേഴ്സിറ്റി ഏക്കർ കണക്കിന് സ്ഥലത്ത് എന്തായിരിക്കും വാസ്റ്റ് ആയിട്ട് കിടന്നിട്ട് അവിടെ എന്താണ് കുറെ ഡിപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മുടെ DU അങ്ങനെയല്ല. DUവിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അതായത് DUവിന്റെ സ്ട്രക്ചർ പറയാന്നുണ്ടെങ്കിൽ ഓവർ 90 കോളേജസ് ഉണ്ട് DUവിൽ. ഓക്കെ. അത് എന്താണ് നമ്മുടെ ഈ ഒരു ഡൽഹി സിറ്റി മുഴുവൻ വാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ആൻഡ് ഓൾസോ ഈ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റി നമ്മൾ നോർത്ത് ക്യാമ്പസ് ആൻഡ് സൗത്ത് ക്യാമ്പസ് എന്ന് പറഞ്ഞ് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് ക്യാമ്പസ് മാത്രമല്ല ഉള്ളത്, അതിന്റെ കൂടെ തന്നെ എന്തുകൂടെ ഉണ്ട് ഓഫ് ക്യാമ്പസസ് എന്ന് പറഞ്ഞിട്ട് അവിടെയും വേറെ കുറെ കോളേജസ് ഉണ്ട്.
ഓക്കെ. പിന്നെ നമ്മൾ ഈ ഒരു സ്പെഷ്യലൈസ്ഡ് ഫെസിലിറ്റീസ് പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ DUവിൽ സെൻട്രൽ ലൈബ്രറീസ് കുറേ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ കോളേജസിൽ ലൈബ്രറീസ് ഉണ്ടാവും. പിന്നെ സ്പോർട്സ് കോംപ്ലക്സ് നമ്മുടെ DUവിലുള്ള ഒരു മെജോറിറ്റി മോസ്റ്റ് ഓഫ് ദ കോളേജസിൽ എന്താണ് സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ടാവും. അവിടെ എന്താണ് ജിം ഫെസിലിറ്റീസ് കാര്യങ്ങൾ, പിന്നെ മോസ്റ്റ് ഓഫ് ബാസ്കറ്റ്ബോൾ കോർട്സ് കാര്യങ്ങൾ, അങ്ങനെയുള്ള പല സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കും. ആൻഡ് റിസർച്ച് സെന്റേഴ്സ്, നമ്മൾ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ റിസർച്ച് സെന്റേഴ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഒരു കോളേജിലൊക്കെ പറയാന്നുണ്ടെങ്കിൽ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ മോഡേൺ ലാബ്സ് ആൻഡ് കൊളാബറേറ്റീവ് സ്പേസ് ആണ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. മോഡേൺ ലാബ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇവിടെ നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളും ഓരോ പ്രാക്ടിക്കൽസ്, ഇനിയിപ്പോൾ ഒരു സയൻസ് ഓറിയന്റഡ് ആയിട്ടാണ് ഒരു കുട്ടി വരുന്നതെന്നുണ്ടെങ്കിൽ സയൻസ് കോഴ്സസിലൊക്കെ ഒരുപാട് നല്ല എന്താ പറയുന്നത് ലാബ്സും കാര്യങ്ങളൊക്കെയാണ്, ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. നല്ല ഇൻഫ്രാസ്ട്രക്ചർ ആണ്. പിന്നെ നമുക്ക് ഈ ഒരു ആക്സസിബിലിറ്റിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഡൽഹി ആണ്. സോ നമ്മൾ ഈ ഒരു ഓരോ സ്ഥലങ്ങളും കണക്ട് ചെയ്തിട്ടുള്ളത് മെട്രോ വഴി നമുക്ക് പോവാം. പിന്നെ ഓൾസോ ബസ് ട്രാൻസ്പോർട്ട്സ് ഉണ്ട്. പിന്നെ ലോക്കൽ ട്രാൻസ്പോർട്ട്സിന് വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, റിക്ഷ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്താ ചെലവ് കുറഞ്ഞ രീതിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നോർത്ത് ക്യാമ്പസ് ആൻഡ് സൗത്ത് ക്യാമ്പസിൽ കോളേജസ് വരുന്നുണ്ട്. ഓക്കെ. സോ നമ്മൾ നോർത്ത് ക്യാമ്പസിലാണ് മെയിൻലി നമ്മുടെ യൂണിവേഴ്സിറ്റി മെയിൻ ക്യാമ്പസ് വരുന്നത്. നോർത്ത് ക്യാമ്പസ് ആണ് അറിയപ്പെടുന്നത്. ഇവിടെ വരുന്ന കുറച്ച് കോളേജസിന്റെ ലിസ്റ്റ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോർത്ത് ക്യാമ്പസിന്റെ ഒരു പ്രത്യേകത പറയാന്നുണ്ടെങ്കിൽ ഇവിടെ കോളേജസിന്റെ എണ്ണം കുറവായിരിക്കും. മെയിൻ ക്യാമ്പസ് ആണ് വരുന്നത്. ആൻഡ് ഓൾസോ സെൻട്രൽ ലൈബ്രറി, പിന്നെ ഫാക്കൽറ്റീസ് കാര്യങ്ങൾ, VC's ഓഫീസ്, വൈസ് ചാൻസലേഴ്സ് ഓഫീസ്, പിന്നെ സ്റ്റേഡിയം, അങ്ങനെയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇത് ശരിക്കും എന്താ പറയുക ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഏരിയ ആണ്. സ്റ്റുഡൻസ് ആണ് കൂടുതലും ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരിക്കുക. സോ അവിടെ വരുന്ന കോളേജസ് ആണ് മേ ബി നമ്മൾ ചില സിനിമാസിലൊക്കെ കണ്ടിട്ടുണ്ടാവും സെന്റ് സ്റ്റീഫൻസ് കോളേജ്. പിന്നെ കൊമേഴ്സിന് വേണ്ടിയിട്ട് നല്ലൊരു കോളേജാണ് ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ്, SRCC എന്നാണ് അറിയപ്പെടാറുള്ളത്. ഹിന്ദു കോളേജ്, മിറാണ്ട കോളേജ് ഫോർ വിമൻ ആണ്, വിമൻസിന് വേണ്ടിയിട്ടുള്ള കോളേജാണ് മിറാണ്ട ഹൗസ്. ആൻഡ് ഓൾസോ രാംജാസ് കോളേജ്, പിന്നെ ഹൻസ്രാജ് കോളേജ്, ദെൻ ഡാലട്രാം കോളേജ് ഫോർ വിമൻ, ആൻഡ് ഓൾസോ KMC കിരോരുമാൽ കോളേജ്. ഇതൊക്കെയാണ് നോർത്ത് ക്യാമ്പസിൽ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന കോളേജസ്. ആൻഡ് ഓൾസോ നമ്മൾ നോർത്ത് ക്യാമ്പസിന്റെ ഒരു മാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. കണ്ടോ, കോളേജസ് ഒക്കെ എന്താണ് അടുത്തടുത്താണ് വരുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് എന്താണ് വിശ്വവിദ്യാലയം മെട്രോ സ്റ്റേഷൻ, ഇവിടെ അടുത്ത് തന്നെ നമുക്കൊരു മെട്രോ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. സോ ദെൻ അതിനുശേഷം നമുക്ക് വരുന്നതാണ് സൗത്ത് ക്യാമ്പസിൽ ഏതൊക്കെ കോളേജസ് ഉള്ളതെന്നാണ്. സൗത്ത് ക്യാമ്പസിൽ ആക്ച്വലി ഇതിനേക്കാൾ കോളേജസ് ഉണ്ട്. ഞാനിതിൽ ഒന്ന് കുറച്ച് അറിയപ്പെടുന്ന കുറച്ച് കോളേജസ് മാത്രമേ ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ദേശബന്ധു കോളേജ് ഉണ്ട്, ഗാഗി കോളേജ് ഉണ്ട്, അത് വിമൻസ് കോളേജ് ആണ്. പിന്നെ LSR കോളേജ്, ലേഡി ശ്രീറാം കോളേജ്, ദെൻ കമല നെഹ്റു കോളേജ്, പിന്നെ മൈത്രി കോളേജ് ഉണ്ട്, ദെൻ ശ്രീ വെങ്കടേശ്വര കോളേജ്, ദെൻ ജീസസ് മേരി കോളേജ്. ഇതൊക്കെയാണ് സൗത്ത് ക്യാമ്പസിൽ വരുന്ന കോളേജസ്. പിന്നെ ദയാൽ സിംഗ് കോളേജ്, അങ്ങനെ വേറെ കോളേജസും സൗത്ത് ക്യാമ്പസിൽ വരുന്നുണ്ട്. എല്ലാം ഞാനിവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ലിസ്റ്റ് നമ്മൾ ഗൂഗിളിലോ അവിടെ എവിടെയെങ്കിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് സൗത്ത് ക്യാമ്പസിലുള്ള കോളേജസിന്റെ ലിസ്റ്റ്, നോർത്ത് ക്യാമ്പസ്, ഓഫ് ക്യാമ്പസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഓഫ് ക്യാമ്പസ് എന്ന് പറയുന്ന സമയത്ത് ഓഫ് ക്യാമ്പസിൽ എന്താണ് ഈ ഒരു കോളേജസ് ഒക്കെ കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കും, അത്യാവശ്യം ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടാവുക. പിന്നെ സൗത്ത് ക്യാമ്പസ് ഞാൻ പറഞ്ഞല്ലോ, സൗത്ത് ക്യാമ്പസിൽ എന്താണ് കോളേജസ് എല്ലാം അടുത്തടുത്തല്ല, നോർത്ത് ക്യാമ്പസിനെ പോലെയല്ല വരുന്നത്. ഒരു 5 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിലൊക്കെയാണ് ഈ ഒരു കോളേജസ് ഒക്കെ വരുന്നത്. ദെൻ ഓഫ് ക്യാമ്പസിൽ വരുന്ന കോളേജസ് ആണ്, മെയിൻ കോളേജസ് ആണ് രാജധാനി കോളേജ്, ശിവജി കോളേജ്, ലക്ഷ്മി ബായ് കോളേജ്, ദീൻ ദയാൽ ഉപാധ്യായ കോളേജ് DDUC, ജാക്കിർ ഹുസൈൻ കോളേജ്, ലേഡി ഇർവിൻ കോളേജ്, മഹാരാജ അഗ്രസീൻ കോളേജ്. ഇതിലൊക്കെ ജാക്കിർ ഹുസൈൻ കോളേജ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ ആരെയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ മലയാളീസിന് അധികം ഈ ഒരു ജാക്കിർ ഹുസൈൻ കോളേജിൽ അഡ്മിഷൻ കിട്ടാറുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ സൂര്യ പറഞ്ഞ പോലെ അഡ്മിഷൻ പ്രോസസ് ത്രൂ CUET ആണ്, സോൺലി CUET ആണ്. CUET വഴിയാണ് നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു, സൂര്യ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. CUET രജിസ്റ്റർ ചെയ്യുക, ദെൻ നമ്മൾ ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്ട് ചൂസ് ചെയ്തിട്ട് ഡിസൈഡ് കോഴ്സസിന് അപ്ലൈ ചെയ്യുക. പിന്നെ DUവിന്റെ നമ്മൾ ഒരു പോർട്ടൽ ഉണ്ട്, സെൻട്രലൈസ്ഡ് സീറ്റ് അലോക്കേഷൻ സിസ്റ്റം, അതുവഴിയാണ് നമ്മൾ DUവിൽ അപ്ലൈ ചെയ്യാറുള്ളത്. ഓക്കെ. അതിൽ നമുക്ക് കുറേ കോളേജസും കോഴ്സസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. സോ അത് നമ്മൾ നമ്മുടെ പ്രിഫറൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെൻട്രലൈസ്ഡ് സീറ്റ് അലോക്കേഷൻ സിസ്റ്റം വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളത്. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്, നമ്മൾ CUET സ്കോർ ഒക്കെ വന്നതിന് ശേഷം നമ്മൾ പ്രിഫറൻസ് അലോട്ട് ചെയ്യണം. ഏത് കോളേജസ് ആണ്, ഏത്
കോഴ്സ് ആണ് നമുക്ക് വേണ്ടത് എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രിഫറൻസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ CUT എന്ത് ചെയ്യും, നമ്മുടെ CSS സിസ്റ്റം എന്ത് ചെയ്യും, ഈ ഒരു CUT സ്കോർസ് ബേസ് ചെയ്തിട്ട് സോൺലി സ്കോർസ് ആണ് നോക്കുന്നത്. ഇവരെന്ത് ചെയ്യും, നമ്മുടെ സ്കോർസിന് അനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മെറിറ്റ് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ സീറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. അഡ്മിഷൻ നമുക്ക് ഇവിടെ കിട്ടിയതിന് ശേഷം നമ്മൾ ഫിസിക്കൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെയാണോ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതൊക്കെ കൊണ്ടിട്ട് പിന്നെ ഇങ്ങോട്ട് അഡ്മിഷൻ എടുത്ത് എല്ലാം സെറ്റ് ആയിട്ട് ഓൺലൈൻ അഡ്മിഷൻ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് അതിന് ശേഷമായിരിക്കും ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ അഡ്മിഷൻ ഇതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കുക. നമ്മൾ ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും, എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ പറയുന്നതായിരിക്കും. പിന്നെ നമ്മൾ പറയുന്നത് DUയിൽ ഈ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് മാത്രമല്ല ഓഫർ ചെയ്യുന്നത്. ഓക്കെ, അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് മാത്രമല്ല, അവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഉണ്ട്, പ്രൊഫഷണൽ പ്രോഗ്രാംസ് ഉണ്ട്, ആൻഡ് ഓൾസോ ഇന്റർ ഡിസിപ്ലിനറി ഓപ്പർച്യൂണിറ്റീസും നമുക്ക് പ്രൊവൈഡഡ് ആണ്. ഓക്കെ, വോയിസ് ഓഡിബിൾ ആണോ എല്ലാവർക്കും? Yeah, it's audible. വോയിസിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ബ്രേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, സോ നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിൽ നമുക്ക് വരുന്നതാണ് BA, BCom, BSc, BBA, പിന്നെ ഓൾസോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോണേഴ്സ് കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ അതിന്റെ ഡിഫറൻസ് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഇവിടെ DUയിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ചെയ്താൽ നമുക്ക് കിട്ടുന്ന വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് എന്താണ് ഇവിടെ അത്യാവശ്യം നല്ല ഡെപ്തിലായിരിക്കും നമ്മുടെ സിലബസും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നമുക്ക് പിന്നീട് എന്താണ് ഒരു എൻട്രൻസ് എക്സാംസ് CUT വരികയാണ്, അല്ലെങ്കിൽ JNUവിന്റെ വേറെ എക്സാംസ് വരികയാണ്, ഏതെങ്കിലും ഒക്കെ ഒരു എൻട്രൻസ് എക്സാമിന് നമുക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സിലബസ് പഠിച്ചാൽ തന്നെ മോസ്റ്റ് ഓഫ് ദ എൻട്രൻസ് എക്സാംസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിൽ വരുന്നതാണ് MA, MSc, MCom, MBA. പിന്നെ പ്രൊഫഷണൽ പ്രോഗ്രാംസ് ആയിട്ട് നമുക്ക് ജേർണലിസം, ലോ, എഡ്യൂക്കേഷൻ ഒക്കെ വരാറുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ DUയിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും കുറച്ച് പേരെങ്കിലും എന്ത് ചെയ്യും, ഈ ഒരു ലോ അല്ലെങ്കിൽ ജേർണലിസത്തിനൊക്കെ DU തന്നെ സെലക്ട് ചെയ്ത് കണ്ടുവരാറുണ്ട്. പിന്നെ മെയിൻലി ഒരു എന്താണ് നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് ഇവിടെ വന്നാൽ പറയാനുള്ളത്, ഒരു ആഡ് ഓൺ അല്ലെങ്കിൽ സ്പെസിഫിക് കോഴ്സ് ഒക്കെ, സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ്, നമുക്ക് ഫോറിൻ ലാംഗ്വേജസ് എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഫ്രഞ്ച് പഠിക്കണം അല്ലെങ്കിൽ സ്പാനിഷ് ലാംഗ്വേജ് പഠിക്കണം, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും ഇവിടെ ഉണ്ട്. അതായത് ലോ കോഴ്സിൽ DU തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് കോഴ്സസും ഇവിടെ അവൈലബിൾ ആണ്. സോ അതൊക്കെ നമുക്ക് എന്താണ്, ഇനിയൊരു അബ്രോഡ് സ്റ്റഡീസിനോ കാര്യങ്ങൾക്കോ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ നല്ല രീതിയിൽ ഉപകാരപ്പെടും. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് പറയാനുള്ളത് 4 year NEP UG പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, DU സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഇയർ മുതലാണ്. അതായത് 2022 മുതലാണ് NEP UG പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് ഫസ്റ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ്. ഇപ്പോൾ ഐ ഗസ് നമ്മുടെ നാട്ടിലും ചില യൂണിവേഴ്സിറ്റീസിലും അതുപോലെ തന്നെ ചില കോളേജസിലൊക്കെ എന്തുണ്ട്, ഈ ഒരു 4 year UG പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയും വരുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ 4 year ആവുന്ന സമയത്ത് നമുക്ക് ഹോണേഴ്സ് പ്ലസ് റിസർച്ച് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ഇനി നമ്മൾ 3rd yearൽ എന്താണ് എക്സിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് എങ്ങനെയാണ്, നമ്മൾ ആ ഒരു 3rd year ഡിഗ്രി കഴിഞ്ഞ ആ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഈ ഒരു 4 year NEP UG പ്രോഗ്രാം നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഓൾറെഡി അറിയാം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഹോണേഴ്സ് കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഹോണേഴ്സ് സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുക 3rd year കഴിയുന്ന സമയത്ത്. ഇനി 4th yearലാണ് നമ്മൾ കഴിഞ്ഞ് പോകുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോണേഴ്സ് പ്ലസ് റിസർച്ച് കിട്ടും. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞു BA പ്രോഗ്രാംസ് ഓൾസോ നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട്. BA പ്രോഗ്രാംസ് ഒക്കെയാണ് അല്ലെങ്കിൽ BSc പ്രോഗ്രാം കോഴ്സസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നാട്ടിലെ പോലെ തന്നെയാണ്. എങ്ങനെയാണ്, 3rd year കഴിഞ്ഞ സമയത്ത് നമുക്ക് സാധാ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും, BSc അല്ലെങ്കിൽ BA സർട്ടിഫിക്കറ്റ് കിട്ടും. ആൻഡ് ഓൾസോ മേജർ ആൻഡ് മൈനർ ഡിസിപ്ലിൻസ് ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. 4th year നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലെ പോലെ തന്നെ എന്താണ് ഹോണേഴ്സ് സർട്ടിഫിക്കറ്റ് പ്ലസ് റിസർച്ച് അങ്ങനെയാണ് വരുന്നത്. ഹോണേഴ്സ് ആർക്കാണെന്നുണ്ടെങ്കിൽ, ഹോണേഴ്സ് ഡിഗ്രിയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, ഇപ്പൊ BSc അല്ലെങ്കിൽ BA ഹോണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 3rd yearൽ നമുക്ക് ആ ഒരു BSc BA ഹോണേഴ്സ് ഡിഗ്രി നമുക്ക് കിട്ടും. ആൻഡ് ഓൾസോ നമ്മൾ 4th year നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ആയിട്ട് നമുക്ക് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസും തീസിസ് ഒക്കെ ചെയ്യാനുള്ള അവസരമുണ്ട്.
ഓക്കെ. സോ ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡ് ഇയറിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ സെക്കൻഡ് ഇയറിൽ തന്നെ എന്ത് ചെയ്യാണ് കിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സെക്കൻഡ് ഇയർ നമ്മൾ നിർത്തിയിട്ട് നമുക്ക് തേർഡ് ഇയർ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1 ഇയർ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഒരു ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ തിരിച്ചു വന്നിട്ട് ഈ ഒരു കോഴ്സ് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അത് എന്താണ് ഒരു ഫ്ലെക്സിബിലിറ്റി ആണ് ഈ ഒരു 4 ഇയർ NEP UG പ്രോഗ്രാമിന്റെ. പിന്നെ തേർഡായിട്ട് നമ്മൾ പറയാന്നുണ്ടെങ്കിൽ എൻഹാൻസ്ഡ് എംപ്ലോയബിലിറ്റി ത്രൂ ഇന്റേൺഷിപ്സ് ആണ്. നമ്മൾ DU ഡൽഹി യൂണിവേഴ്സിറ്റി നമ്മൾ നാട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലെ കോളേജസിലൊന്നും ഈ ഒരു ഇന്റേൺഷിപ്പിന്റെ എന്താണ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊന്നും നമ്മൾ കോളേജിൽ അത്ര ഡിസ്കസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടോ പ്രൊഫസേഴ്സ് പറഞ്ഞിട്ടൊന്നും നമ്മൾ അധികം അറിയാറില്ല. നമ്മൾ ഒരു തേർഡ് ഇയർ ലാസ്റ്റ് മൊമെന്റിലൊക്കെ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ BCom-മാർക്കൊക്കെയാണ് ഈ ഒരു ഇന്റേൺഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയാറുള്ളൂ. പക്ഷെ നമ്മൾ ഈ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഒരു ഫസ്റ്റ് സെമ്മ് മുതലേ എന്താണ് ചില സമയത്ത് നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നായിരിക്കും അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് കേട്ട് തുടങ്ങും. ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ഫെലോഷിപ്പ് അതിന് അപ്ലൈ ചെയ്തോ ഇതിന് അപ്ലൈ ചെയ്തോ എന്നൊക്കെ നമ്മൾ കേട്ട് തുടങ്ങും. സോ എന്താണ് നമ്മളെ സെയിം അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള ഒരു മൈൻഡഡ് പീപ്പിൾസ് ആയിരിക്കും അധികം നമ്മുടെ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരിക്കുക. സോ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയാനുള്ള ഒരു ചാൻസസും കാര്യങ്ങളൊക്കെ ഇവിടെ കൂടുതലാണ്. സോ ഇന്റേൺഷിപ്പ് ഒക്കെ നമ്മൾ എന്താ ഫസ്റ്റ് ഇയറിൽ മോസ്റ്റ് ഓഫ് നമുക്ക് ഇതിൽ താല്പര്യമുണ്ട്, ഇന്റേൺഷിപ്സും കാര്യങ്ങളൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലൊക്കെ തന്നെ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്ത് തുടങ്ങാൻ പറ്റും. ഈ ഇന്റേൺഷിപ്പിന്റെ ഒരു ഉപകാരം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഒക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് ഇനി ഫർദർ സ്റ്റഡീസിൽ നമ്മൾ പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഒരു ജോബിന് പോവുകയാണ്, ഏതെങ്കിലും ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവർ ആദ്യം നോക്കുന്ന ഏതാ നമ്മളെ വർക്ക് എക്സ്പീരിയൻസ്, നമ്മൾ എന്തെങ്കിലും ഇന്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ ഇനിയിപ്പോൾ നമ്മളൊരു CV-യിൽ നമ്മൾ കൊടുക്കുകയാണ്, നമ്മളിപ്പോൾ ഒരു ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ നമ്മൾ അവിടെ പറയണം നമ്മളൊരു DU സ്റ്റുഡന്റ് ആണ് അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ആണ് എന്ന് പറയുന്ന സമയത്ത് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റിന് എന്ത് കിട്ടും, അവിടെ കുറച്ചൊരു പ്രയോറിറ്റി ഇവർ കൊടുക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഇന്റേൺഷിപ്സ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ ഗസ് നമുക്ക് ഇവിടെ വന്നാൽ കൂടുതൽ ഇതിന് ഉള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നമ്മൾ ഫോർത്ത് പോയിന്റ് പറയാന്നുണ്ടെങ്കിൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അക്കാദമിക് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് നമ്മുടെ നാട്ടിൽ എന്താണ് ഇപ്പോൾ ഈ ഒരു 4 ഇയർ കോഴ്സ് നിങ്ങൾക്ക് അറിയോ എന്നറിയില്ല. 4 ഇയർ കോഴ്സ് ചെയ്യുന്നവരൊക്കെ ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവണം എന്താണ് SCC അല്ലെങ്കിൽ VAC, എന്താ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ്, വാല്യൂ എഡിഷൻ കോഴ്സ്, അങ്ങനെയൊക്കെ എന്താണ് നമ്മുടെ കോർ സബ്ജക്ട്സിന് പുറമെ ഇതൊക്കെ നമ്മൾ പഠിക്കും. പക്ഷെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വരുന്ന സമയത്ത് ഈ ഒരു NEP UG പ്രോഗ്രാം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ്. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എന്താണ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് ഒക്കെ ഇതുമായിട്ട് കുറച്ചുകൂടെ എന്താണ് ഒന്ന് പരിചയം ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ട സബ്ജക്ട്സ്, ഇപ്പൊ നമ്മളിപ്പോ ഒരു സയൻസ് വിദ്യാർത്ഥിനിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്കിപ്പോൾ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു പേപ്പർ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഇനി ഒരു സിവിൽ സർവീസ് അല്ലെങ്കിൽ UPSC എക്സാം ഒക്കെ എഴുതാനുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. സോ നമ്മൾ എടുത്തു പോയ കോഴ്സ് ഏതാണ്, സയൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. സോ നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു SCC അല്ലെങ്കിൽ VAC കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് ഈ ഒരു വേറെ ഡിപ്പാർട്ട്മെന്റ്സും നമുക്ക് പഠിക്കാനുള്ള ഒരു ചാൻസും ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ഇനി ഇതിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ കോഴ്സിനെ കുറിച്ചിട്ട് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ലാസ്റ്റ് ഞാൻ എന്തായാലും റിപ്ലൈ തരും. പിന്നെ നമ്മൾ എല്ലാ പാരൻസിനും അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഉണ്ടാകുന്ന ഒരു കൺസേൺ ആണ് നമ്മൾ ഫീസ് എത്രയാ വരുന്നത്, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഫീസ് എത്രയാ വരുന്നത്. അപ്പൊ ഫീസിന്റെ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട്സ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു എമൗണ്ട് തന്നെ ആയിരിക്കണമെന്നില്ല. ചില സമയത്ത് എന്താണ് ചില കോളേജസിലൊക്കെ എമൗണ്ട് കുറഞ്ഞിട്ടും കാണാറുണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ മെജോറിറ്റി കോളേജസിൽ ഈ ഒരു റേഞ്ചിലാണ് ഫീസ് അധികം വരാറുള്ളത്. BA ഹോണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു 12K to 18K ആണ് പെർ ഇയർ വരുന്നത്. സെം വൈസ് അല്ല ഇവിടെ ഫീ വരുന്നത്, പെർ ഇയർലി ആണ് ഇവിടെ ഫീസ് വരുന്നത്. ഓക്കെ, ദെൻ BCom ഹോണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കോളേജസിലും 15K to 22K വരെയാണ് വരാറുള്ളത്. ഇനി BSc ഹോണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 16K to 25K വരെ വരാറുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ കോളേജസിനനുസരിച്ചിട്ട് ചില സമയത്ത് ഫീസ് മാറാറുണ്ട്. ഇനിയിപ്പോൾ ഈ ഇത്രയും ഫീസ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ചില പേരൻസിന് ഒരു കൺസേണും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കോളർഷിപ്സ് ആൾസോ നമ്മുടെ കോളേജസും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് സെൻട്രൽ ആയിട്ടുള്ള NSP പോർട്ടലിലും കുറേ സ്കോളർഷിപ്സും കാര്യങ്ങളും ട്യൂട്ടർ വേവറിങ്ങിലൊക്കെ സ്കോളർഷിപ്സ് ഉണ്ട്. പിന്നെ ബഡി ഫോർ സ്റ്റഡി എന്ന് പറയുന്ന
കോട്ടേജസിൽ നമുക്ക് ഒരുപാട് സ്കോളർഷിപ്സും കാര്യങ്ങളും അവൈലബിൾ ആണ്. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു കോസ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഹോസ്റ്റൽ ഫീസ് ആണ്. ഇനിയിപ്പോൾ എല്ലാവർക്കും ഹോസ്റ്റലിൽ എന്താണ് അവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതും ആശങ്കപ്പെടേണ്ടതില്ല. നമുക്ക് ഇവിടെ എന്തുണ്ട്, കോളേജസിന് എല്ലാ കോളേജസിന് അടുത്തായിട്ടും അക്കോമഡേഷന് പി ജിസ് മീൻസ് പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്റ്റൽ സർവീസസ് ഇപ്പൊ കേരളത്തിൽ തന്നെ പല കമ്മ്യൂണിറ്റീസും ഇവിടെ ഹോസ്റ്റൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പി ജിസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ടിഫിൻ സർവീസ് ഉണ്ട്. അല്ലാത്ത സമയത്ത് നമ്മളിപ്പോൾ സ്വയം കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. അതൊക്കെ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമ്മളൊരു 2 months 3 months ഒക്കെ ആകുമ്പോൾ ചിലവർ എന്താണ് വന്ന ആ ഒരു സമയത്ത് തന്നെ ഇതിനോടൊക്കെ അഡാപ്റ്റ് ആവും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 months എന്തായാലും എടുത്ത് കുട്ടികളെല്ലാവരും എന്താവും ഇതിനോടൊക്കെ അഡാപ്റ്റ് ആവും. പിന്നെ നമുക്ക് അഡീഷണൽ വേറൊരു ഫീ വരുന്നത് എക്സാം ഫീ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കണം. പിന്നെ എന്തെങ്കിലും അതൊരു ചെറിയൊരു ഫീ ആയിരിക്കും, ഇത്ര നല്ല എമൗണ്ട് ഒന്നും വരാറില്ല. നമ്മൾ ബാക്കിയുള്ള ഇപ്പൊ ഒരു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ DU ഫീസ് ഇയർലി ഫീസ് വളരെ കുറവാണ്. പിന്നെ ഇതാണ് കോഴ്സ് വൈസ് ആയിട്ടുള്ള ഒരു ഫീസിന്റെ എക്സാമ്പിൾ പറയുന്നത്. ഇനി ഇതിനേക്കാൾ ഫീസ് കുറവുള്ള കോളേജസ് ഉണ്ട് കേട്ടോ. നമ്മൾ 7K അല്ലെങ്കിൽ 8K ഒക്കെ BA പ്രോഗ്രാംസും കാര്യങ്ങളും BA ഹോണേഴ്സ് ചെയ്യുന്ന കോളേജസും ഉണ്ട്. അത് കോളേജസിനനുസരിച്ചിട്ട് അധികം എന്താണ് ചിലതൊക്കെ മാറാറുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു BSc ഹോണേഴ്സിന് ഇത്രയും ഫീസ് വരാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രാക്ടിക്കൽസ് ലാബ്സ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള ആ ഒരു വേരിയേഷൻ ആണ് ഇവിടെ കാണുന്നത്. പിന്നെ ലൈഫ് അറ്റ് DU, അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റുഡൻസ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന വേറൊരു സ്ലൈഡ് ആയിരിക്കും ഇത്. എങ്ങനെയായിരിക്കും ഈ ഒരു DUയിലുള്ള ലൈഫൊക്കെ എങ്ങനെയാണ് ഇവിടെ എന്തൊക്കെ എക്സ്പോഷർ ആണ് നമ്മൾ അക്കാദമിക്സിനുപരി ഉള്ളത് എന്നുള്ളതൊക്കെയാണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പേഴ്സണൽ ആയിട്ട് ഡെവലപ്മെന്റിന് കുറേ എന്താണ് നമുക്ക് അവസരങ്ങളുണ്ട്. ഓക്കെ, നമ്മുടെ കൂടെ പഠിക്കുന്ന എല്ലാവരും ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയാന്നുണ്ടെങ്കിൽ എന്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമേ മലയാളി ആയിട്ടുള്ളൂ. ആദ്യം വന്ന സമയത്ത് നമുക്ക് എന്താ നമ്മൾ മാത്രമേ മലയാളിയുള്ളൂ, സൗത്ത് ഇന്ത്യയിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ആ ഒരു ടെൻഷനൊക്കെ നമുക്ക് വന്ന ആ ഒരു ഫസ്റ്റ് വീക്കിലൊക്കെ ഉണ്ടാവും. പക്ഷേ കുട്ടികളൊക്കെ എന്താണ് നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്നത്, അല്ലെങ്കിൽ നമ്മളായിട്ട് നമ്മൾ അങ്ങോട്ട് ഇൻക്ലൂസീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ രീതിയിൽ ഒരു എഫേർട്ട് എടുത്താൽ നമ്മളോട് എന്താണ് അവർ തിരിച്ച് ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ നമ്മളോടും കാണിക്കും. പിന്നെ നമ്മൾ എന്താണ് അവർക്കും നമുക്കും അതൊരു എന്താണ് ഒരു രസമാണ്. നമ്മൾ ആ ഒരു സമയത്ത് സംസാരിച്ച് അവർക്ക് എന്താണ് നമ്മുടെ ലാംഗ്വേജ് പഠിക്കാനുള്ള ഇഷ്ടമായിരിക്കും, നമുക്ക് എന്താണ് ഹിന്ദി പഠിക്കാനുള്ള ഇഷ്ടമായിരിക്കും. അങ്ങനെ എന്താണ് അത് ഒരു വേറെ നമ്മൾ ഒരു ലെഷർ ടൈംസിലൊക്കെ അവരോട് സംസാരിച്ചിരിക്കാനൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഐക്കോണിക് ആയിട്ട് വരുന്ന കോളേജ് ഫെസ്റ്റ് ആണ്. ഒരു ഫെസ്റ്റ് സീസൺ തന്നെ ഇവിടെ ഉണ്ട്. അതായത് നമ്മൾ അക്കാദമിക്സിന് ഉപരി DUയിൽ എന്താണ് ചിലർക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ടാവും, നമ്മൾ DUയിൽ പഠിക്കാൻ മാത്രമാണ് അല്ലെങ്കിൽ ആ ഒരു പഠനം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പഠനമാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത്. ഓക്കെ, പിന്നെ അതിന് കൂടെ തന്നെ നമ്മൾ ഈ ഒരു കോളേജിൽ ഫെസ്റ്റ് സീസൺസ് വരും. ഫെസ്റ്റ് സീസൺസ് വരുന്ന സമയത്ത് ഓരോ കോളേജസിലും എന്താണ് ഫെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫെസ്റ്റ് വരുന്ന സമയത്ത് എന്താണ് ഫുഡ് ഫെസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ കുറെ എന്താണ് DJ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരാറുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് അതൊക്കെ പോയിട്ട് അറ്റൻഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം അത് അറ്റൻഡ് ചെയ്യാൻ അങ്ങനെ നിർബന്ധമില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയാൽ മതി. ഓക്കെ, പിന്നെ നമ്മുടെ കോളേജസിന്റെ മെയിൻ ഒരു എന്താണ് പറയുക, എല്ലാ കോളേജസിലും മോസ്റ്റ് ഓഫ് ദ കോളേജസിലും ക്ലബ്സ് ആൻഡ് സൊസൈറ്റീസ് ഉണ്ടാവും. ഈ ഒരു ക്ലബ്സ് ആൻഡ് സൊസൈറ്റീസ് ഒക്കെ നമുക്ക് എന്താണ് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഡ്രാമ സൊസൈറ്റീസ് ഉണ്ടാവും, ഡാൻസ് സൊസൈറ്റീസ് ഉണ്ടാവും, ഡിബേറ്റ് സൊസൈറ്റീസ്, മ്യൂസിക് സൊസൈറ്റി, ഫോട്ടോഗ്രാഫി, ഇതിനൊക്കെ എന്താണ് സൊസൈറ്റീസ് ഉണ്ട്. ഓക്കെ, സോ സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ മോർവൺ നമ്മുടെ നാട്ടിലെ ഒരു ക്ലബ്ബ് പോലെയൊക്കെ തന്നെയാണ്. നമ്മുടെ സെയിം ഈക്വൽ മൈൻഡഡ് ആയിട്ടുള്ള പീപ്പിൾസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ എന്താണ് ഇന്റർവ്യൂ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് ഏതാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ക്ലബ്സ് ആൻഡ് സൊസൈറ്റീസ് ഒക്കെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൊസൈറ്റീസ് ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചൂസ് ചെയ്താലും മതി. പിന്നെ സ്പോർട്സ് ഫെസിലിറ്റീസ് നമ്മുടെ DUയിൽ നല്ല സ്ട്രോങ് ഫോക്കസ് ആണ് അത്ലറ്റിക്സിന് അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എല്ലാ കോളേജിലും മോസ്റ്റ് ഓഫ് ദ കോളേജസിലും എന്തുണ്ട്, സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ടാവും, പിന്നെ ഫുട്ബോൾ കോർട്സ്, ക്രിക്കറ്റ് കോർട്സ്, അങ്ങനെ എല്ലാതും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ചില കോളേജസിലൊക്കെ ജിം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജിംസും കാര്യങ്ങളും ഫിസിക്കൽ ഫിറ്റ്നസിൽ കൂടുതൽ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജിമ്മിന് നമുക്ക് ടൈം സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ പോകാൻ പറ്റുന്നതാണ്. പിന്നെ വേരിയസ് NGO ചാപ്റ്റേഴ്സ് ഉണ്ടാവും കോളേജിൽ. ഇപ്പോൾ എന്നെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഞാൻ
ഒരു NGOയുടെ ചാപ്റ്റർ ആണ് ക്രൈ ചാപ്റ്റർ എന്ന് പറയുന്നത്, ചൈൽഡ് റൈറ്റ്സ് ഇൻ യു. അത് ചൈൽഡ് റൈറ്റ്സിന്റെ ചൈൽഡ് റൈറ്റ്സിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഫോക്കസ് ആയിട്ടുള്ള ഒരു NGO ആണ്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. സോ നമ്മൾ ഈ ഒരു NGOസിൽ, കോളേജിൽ വരുന്ന ഈ NGOസിലൊക്കെ നമ്മളൊരു അംഗമാവുന്നതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇനിയൊരു വേറൊരു ഹയർ സ്റ്റഡീസിന് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ജോബിനൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഇനിയിപ്പോൾ ഫെർദർ നമ്മൾ അബ്രോഡ് സ്റ്റഡീസിന് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു വളണ്ടിയറിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫെർദർ സ്റ്റഡീസിന് അബ്രോഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ വളണ്ടിയറിങ് എന്ന് പറയുന്ന ഒരു 1 ഇയർ എങ്കിലും 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ നമ്മൾ ചെയ്തിരിക്കണം. സോ നമ്മൾ ഈ ഒരു വേരിയസ് NGOസിന്റെ പാർട്ടാവുന്നത് ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അഡ്മിഷൻസ്, ഫെർദർ സ്റ്റഡീസിനുള്ള അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ ഈസി ആയിരിക്കും. പിന്നെ DUവിന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, DUവിൽ ഓരോ കോളേജസിൽ ലൈബ്രറിക്ക് പുറമെ എന്തുണ്ട്, സെൻട്രൽ ലൈബ്രറി ഉണ്ട്. അത് 24/7 ആണ്. ഇപ്പം നമ്മുടെ നോർത്ത് ക്യാമ്പസിൽ സെൻട്രൽ ലൈബ്രറി ഉണ്ട്. ഓക്കെ, ആർട്ട് ഫാക്സിൽ സെൻട്രൽ ലൈബ്രറി ഉണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ പോയിരുന്ന് നമ്മൾക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മൾ അവിടെ പോയിരുന്ന് പഠിക്കാറുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെന്റൽ ലൈബ്രറീസ് ഉണ്ട്. പിന്നെ ഡിജിറ്റൽ റിസോഴ്സസ്, ലൈബ്രറി ഒക്കെ ഡെവലപ്ഡ് ആണ്, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ആണ്. നമ്മൾ AC, ഹീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ, അതിപ്പോൾ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും ചില കോളേജസിലും ഒക്കെ എന്തുണ്ട്, എയർ കണ്ടീഷണർ ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഇവിടെ വരുന്നത് എക്സ്ട്രീം, നമുക്ക് ചിലർക്കൊക്കെ ഉള്ള ഒരു കൺസേൺ ആണ് ഡൽഹിന്റെ പൊല്യൂഷൻ അല്ലെങ്കിൽ വിന്റർ ക്ലൈമറ്റ്സ്. ഇപ്പൊ ഇവിടെ വിന്റർ ആണ്, ചില സമയത്ത് ഹൈ ഡിഗ്രീസിലായിരിക്കും, സമ്മർ സീസൺസ് വരാറുണ്ട്. പക്ഷെ അതിനൊക്കെ നമുക്ക് തരണം ചെയ്ത് ക്ലാസ്സിന് പോകാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ പീസ്ഫുൾ ആയിട്ട് നമ്മൾ ഗ്രീനറി ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് സ്റ്റഡി ചെയ്യാൻ അല്ലെങ്കിൽ റിലാക്സ് ചെയ്തിട്ട് കാം ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പീസ്ഫുൾ ലോൺസ് ഉണ്ട്, നല്ല ഗ്രീൻ സ്പേസസ് ഇവിടെ അത്യാവശ്യമുണ്ട്. പൊല്യൂഷൻ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു ക്യാമ്പസ് ഏരിയയിലൊക്കെ അത് മോസ്റ്റ് ഓഫ് നമ്മുടെ ഈ ഒരു നോർത്ത് ക്യാമ്പസ് ഏരിയയിലൊക്കെ അത് കുറവാണ്. പിന്നെ വേറൊരു ഫെസിലിറ്റി എന്താന്ന് വെച്ചാൽ, ഇവിടെ അത് നോർത്ത് ക്യാമ്പസിൽ വരുന്നതാണ്, ഹോസ്പിറ്റൽസ് ഒക്കെ ഇവിടെ അത്യാവശ്യമുണ്ട്. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ വുസ് എന്ന് പറയുന്ന ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട്. ഓക്കെ, അവിടെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഹെൽത്ത് കെയർ സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും സ്റ്റാഫിനാണെന്നുണ്ടെങ്കിലും ഫാക്കൽറ്റീസിനാണെന്നുണ്ടെങ്കിലും നമ്മൾ ഐഡന്റിറ്റി കാർഡ് കാണിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ അവിടെ ഒരു ഫോം ഫില്ല് ചെയ്താൽ നമുക്ക് ഈ ഒരു ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യും. ദെൻ വേറൊരു നമ്മൾ ഒരു പ്രത്യേകതയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി കമല നെഹ്റു റിഡ്ജ്. അത് നോർത്ത് ക്യാമ്പസ് ഏരിയയിലാണ് വരുന്നത്. ഓക്കെ, കമല നെഹ്റു റിഡ്ജ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്താൽ തന്നെ കമല നെഹ്റു റിഡ്ജിനെ കുറിച്ചിട്ട് കാണാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൽഹീസ് ലങ് എന്നാണ് അറിയപ്പെടാറുള്ളത്. നല്ലൊരു ഗ്രീനറി ഏരിയ ആണ്, ഒരു ഐ ഗെസ് അത്യാവശ്യം നല്ലൊരു ഏരിയയിൽ വാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഗ്രീനറി ഏരിയ ആണ്. അവിടെ കുറെ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ അതാണ് ഈ ഒരു DUവിലെ നമ്മളൊരു ലൈഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫെസിലിറ്റീസ് ആൻഡ് സപ്പോർട്ട്സ് ഫോർ ഔട്ട് സ്റ്റേഷൻ സ്റ്റുഡൻസ്, മെയിൻലി നമ്മൾ മല്ലൂസിന് ഇവിടെ വന്ന നമുക്കുള്ള ഒരു ആശങ്കയാണ്, എവിടെയായിരിക്കും ഇപ്പോൾ ഹോസ്റ്റൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് സ്റ്റേ, നമ്മൾ ലാംഗ്വേജ് എങ്ങനെ, നമ്മൾ ഇവിടെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ള ആ ഒരു പ്രശ്നമൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഒന്നും പേടിക്കേണ്ട, നമ്മൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അഡ്മിഷൻ കിട്ടി നിങ്ങൾ എത്തുന്ന ആ ഒരു സമയം മുതൽ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞിട്ട് മൈത്രി ആൻഡ് സർഗ, ഞാൻ മൈത്രിയുടെ വർക്കിംഗ് സെക്രട്ടറിയാണ്. മൈത്രിയും സർഗ എന്നൊക്കെ പറയുന്നത് മലയാളി സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, സോ നമ്മളിവിടെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും, നിങ്ങൾക്ക് വേണ്ട അക്കോമഡേഷൻ സൗകര്യങ്ങൾ ഒരുക്കി തരാനും, നിങ്ങൾ ഫസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. മൈത്രീനെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. മൈത്രി കുറെ പ്രോഗ്രാംസും കാര്യങ്ങളും, സർഗയാണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, നമ്മളെ മല്ലൂസിന് വേണ്ടിയിട്ട് നമുക്ക് ഒത്തുകൂടാൻ ഒരുപാട് പ്ലാറ്റ്ഫോംസും കാര്യങ്ങളും ഒരുക്കാറുണ്ട്. അക്കോമഡേഷൻ ആണെങ്കിൽ തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ ക്യാമ്പസിനടുത്ത് അല്ലെങ്കിൽ കോളേജസിനടുത്ത് ഉണ്ട്. ഇനി ചില കോളേജസിനൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു 5 minutes 10 minutes ട്രാവലൊക്കെയാണ് വരാറുള്ളത്. ഓക്കെ, ഇപ്പൊ നോർത്ത് ക്യാമ്പസിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ വിജയനഗർ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് ഈ ഒരു ഹോസ്റ്റൽ എടുക്കാത്ത കുട്ടികളൊക്കെ നിൽക്കാറുള്ളത്. അവിടെ നമുക്ക് അഫോർഡബിൾ ആയിട്ട് അക്കോമഡേഷൻസിന് PGs ഹോസ്റ്റൽസ് ഒക്കെ ഉണ്ട്. പിന്നെ ലാംഗ്വേജ് ആൻഡ് കൾച്ചറൽ സപ്പോർട്ടിന് ഞാൻ പറഞ്ഞു മൈത്രി ആൻഡ് സർഗ, നമ്മുടെ എല്ലാ മലയാളി സ്റ്റുഡൻസിനെ ഒത്തൊരുമയോടെ കൊണ്ടുപോകുന്ന 2 ഗ്രൂപ്പ്സ് ആണ്. സർഗ വരുന്നത് സൗത്ത് ക്യാമ്പസ് ഓറിയന്റഡ് ആയിട്ടാണ് സർഗ വരുന്നത്. സൗത്ത് ക്യാമ്പസിലുള്ള ഒരു കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് സർഗ. മൈത്രി വരുന്നത് ഓൾ DU.
അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമ്മൾ അതൊക്കെ ക്ലിയർ ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് പല കുട്ടികളും കണ്ടുവരാറുള്ള ഒരു പ്രശ്നമാണ് വീട്ടിൽ ഹോം സിക്നെസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ലോൺലിനെസ് ഒക്കെ. ചില സമയത്ത് നമുക്ക് അതൊരു പേടിയാണ്, ഇനി ഇവിടെ വന്നിട്ട് ഒറ്റപ്പെട്ട് പോവോ, ഫ്രണ്ട്സ് ഒന്നും സെറ്റ് ആവാത്ത ആ ഒരു സാഹചര്യം വരുമോ എന്നൊക്കെ. പക്ഷെ അത് നമുക്ക് ആ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സേ മോസ്റ്റ് ഓഫ് ദ കുട്ടികളിലും കണ്ടുവരാറുള്ളൂ. ഇനിയിപ്പോൾ കൂടുതൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, മൈത്രിക്കാണെങ്കിലും സർഗക്കാണെന്നുണ്ടെങ്കിലും ഇന്റേണൽ കംപ്ലയിൻസ് സെല്ലുണ്ട്. ഞാൻ ഇന്റേണൽ കംപ്ലയിൻസ് സെല്ലിന്റെയും ഒരു മെമ്പറാണ്. ഓക്കെ, സോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ആൻഡ് ഓൾസോ നമുക്കറിയാം ഡൽഹി മെട്രോ ഉണ്ട്, ബസ് ഉണ്ട്, പിന്നെ ലോക്കൽ ട്രാൻസ്പോർട്ട് വഴിയാണ് നമ്മൾ അധികം ഇവിടെ ജീവിക്കാറുള്ളത്. പിന്നെ സെക്യൂർ ക്യാമ്പസ് ആണ് നമ്മൾ ക്യാമ്പസ്. ഇപ്പോൾ ഡൽഹി നമുക്ക് നോർത്ത് എന്ന് ആലോചിച്ചാൽ തന്നെ നമ്മുടെ പല പേരൻസിനും ഒരു പേടിയാണ് അല്ലെ, അവിടെ ചെന്ന് പോയ മക്കളുടെ സ്ഥിതി എന്താവും, അല്ലാന്നുണ്ടെങ്കിൽ അവരാരെങ്കിലും വന്ന് ഉപദ്രവിക്കും. മോസ്റ്റ് ഓഫ് ദ ഗേൾ ചൈൽഡിന്റെ പാരന്റ്സിനും അതുണ്ടാവും. അപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മുടെ പാരന്റ്സിനും ഈ ഒരു ആശങ്ക കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, സെക്യൂർ ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. 24/7 ഹെൽപ്പ് ഡെസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. ചിലരൊക്കെ വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ഡൽഹിയിൽ വന്നാൽ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വന്നാൽ എന്താണ് ഈ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. സോ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയാന്നുണ്ടെങ്കിൽ ടോപ്പ് റിക്രൂട്ടേഴ്സ് ആണ്. അക്രോസ് ഇൻഡസ്ട്രീസിലുള്ള ടോപ്പ് റിക്രൂട്ടേഴ്സ് എന്ത് ചെയ്യും, DUയിൽ ആനുവലി വന്നിട്ട് പ്ലേസ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നമ്മൾ 3rd ഇയറിൽ ഒക്കെ ആവുന്ന സമയത്താണ് ആദ്യം ഈ പ്ലേസ്മെന്റ് സെൽസ് വരാറുള്ളത്. എന്നിട്ട് അവർ എന്ത് ചെയ്യും, നമ്മുടെ വർക്ക്സ് നമ്മൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവർ അറിഞ്ഞിട്ട് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പ്ലേസ്മെന്റ് സെൽസ് ഒക്കെ എന്ത് ചെയ്യും ഇവര് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, ജോബും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് കുറച്ച് സ്റ്റുഡൻസിനൊക്കെ. സോ അത് ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാ കോളേജസിലും ഈ ഒരു റിക്രൂട്ട്മെന്റ്സും കാര്യങ്ങളൊന്നും നടക്കാറില്ല. ചില കോഴ്സസിനും കാര്യങ്ങളിലൊക്കെയാണ് ഇത് നടക്കാറുള്ളത്. പിന്നെ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ആൻഡ് ഓൾസോ ഹയർ സ്റ്റഡീസിനുള്ളത് കോമ്പറ്റീറ്റീവ് എക്സാംസ്, നമ്മൾ കാറ്റ് അല്ലെങ്കിൽ UPSCസിനൊക്കെ എക്സലന്റ് ഫൗണ്ടേഷൻസ് ഇവിടെ കിട്ടാറുണ്ട്. കോളേജിൽ അത് പ്രൊവൈഡ് ചെയ്യില്ല, പക്ഷെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈബ്രറിയിൽ പോയിട്ട് ബുക്സും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഡൽഹി എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസിന്റെ ഒക്കെ ഹബ്ബാണ്. ഓക്കെ, സോ നമ്മുടെ കോളേജസിന് അടുത്ത് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് അടുത്തായിട്ട് തന്നെ കോച്ചിങ് സെന്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫോറിൻ ലാംഗ്വേജസ് പ്രൊവൈഡ് ചെയ്യുന്ന സെന്റേഴ്സ് ഉണ്ട്. പിന്നെ സപ്പോർട്ട് ഫോർ എന്റർപ്രീനേഴ്സ് ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും നമ്മളൊരു ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കുറെ സെൽസും കാര്യങ്ങളൊക്കെ എന്തുണ്ട്, നമ്മൾ ഇത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു അലുമിനി നെറ്റ്വർക്ക് ഉണ്ടാവും. ഓക്കെ, നമ്മൾ അലുമിനീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് കോൺടാക്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വന്ന് നമ്മുടെ ആ ഒരു കോൺടാക്ട് നമ്മൾ കൂടുതൽ ഉണ്ടാക്കിയെടുത്താൽ നമുക്കത് വരും കാലങ്ങൾ ഉപകാരപ്പെടും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു സെഷനിലുള്ളത്. സോ ഓൾ ഓഫ് യു, വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ CUET ആൻഡ് യുവർ ജേർണി അഹെഡ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, CUETക്ക് വേണ്ടി ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഈ ഒരു CUET നിങ്ങളുടെ ഒരു ലക്ഷ്യമാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ബുക്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് റീഡ് ചെയ്യുക. ആൻഡ് ഓൾസോ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. And also I'm winding up my session here, so that's all. താങ്ക് യു ടുലു, താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ഇൻഫർമേഷൻ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ DUയുടെ ലൈഫ് എക്സ്പീരിയൻസസ്, അതേപോലെ തന്നെ നമുക്ക് തരുന്ന കുറെ ഇൻവോൾവ്മെന്റ്സും എക്സ്പോഷറും ഒക്കെ. അപ്പം വൺസ് അഗെയിൻ നമ്മൾ ഈ ഒരു സെക്ഷൻ ഇപ്പം നമ്മളുടെ ഡിസ്കഷൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ Q&Aയിലോട്ടാണ് പോകുന്നത്. ബട്ട് ബിഫോർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു താങ്ക് എൻലേൺ അഗെയിൻ. നമ്മളുടെ എൻലേൺ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് ടു ഡിസ്കസ് എവറിത്തിങ്. ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പകരാൻ പറ്റിയത് ഒക്കെ എൻലേൺ കാരണമാണ്. ബിക്കോസ് വി ഹാഡ് ദ സെഷൻ. സോ താങ്ക്സ് ഫോർ ദാറ്റ് അഗെയിൻ. നമ്മളപ്പം ഒരു പ്രീമിയം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്ന രീതിയിൽ തന്നെ നമുക്ക് എങ്ങനെയൊക്കെ CUETനെ നമുക്കൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിട്ട് കണക്കാക്കാം. ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് CUET നമുക്ക് വേരിയസ് നല്ല നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആൻഡ് വി കെൻ ടേക്ക് ദാറ്റ് ടു അവർ യൂസ്. നമുക്ക് ഉപയോഗിച്ചിട്ട് തന്നെ നല്ലൊരു കോളേജിൽ എത്താനും പറ്റുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഒന്നും കൂടിയും ഇനി Q&Aയിലോട്ട് പോവാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഇവിടെ ചാറ്റ് ബോക്സിൽ കുറച്ചുണ്ട്, നമുക്ക് അത് വായിക്കാം. The first one was നമ്മൾ ഓൾറെഡി അഡ്രസ് ചെയ്തു, സൂര്യഗായത്രി. സെക്കൻഡ് വൺ നമ്മൾ രജിസ്ട്രേഷനെ പറ്റിയിട്ടുള്ളതാണ്. ഇപ്പം is it mandatory to submit the EWS or NCL certificate signed by the Tahsildar, or is it acceptable to submit the document downloaded from the government website? So I hope Surya Gayatri can answer this. Yeah.
ആക്ച്വലി EWS അല്ലെങ്കിൽ NCL സർട്ടിഫിക്കറ്റ് നമ്മളിപ്പോൾ CUT ആപ്ലിക്കേഷൻ്റെ ടൈമിൽ നമ്മളിപ്പോൾ കയ്യിലില്ല എങ്കിൽ നമ്മൾ എന്തായാലും ഈ NCL അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് നമുക്ക് ഫെർദർ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഏത് യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷനിലായാലും നമുക്ക് ആവശ്യം വരുന്നൊരു സാധനമാണ്. അപ്പം ഇത് മാൻഡേറ്ററി ആയിട്ട് തഹസിൽദാറിൻ്റെ തന്നെ വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്നത് തഹസിൽദാർ ഡിജിറ്റലി സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ബൈ ചാൻസ് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കയ്യിൽ അത് കിട്ടിയിട്ടില്ല, ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന ടൈമിൽ, ഇപ്പൊ CUTന്റെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന ടൈമിൽ നമുക്കത് കിട്ടിയിട്ടില്ല എങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, നമ്മുടെ നമ്മൾ ഈ NCL സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ആ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ടെമ്പററി ആയിട്ടൊരു സർട്ടിഫിക്കറ്റ് കിട്ടും, ഒരു കൈൻഡ് ഓഫ് ഡിക്ലറേഷൻ പോലത്തെ ഒരു സാധനം കിട്ടും. ആ ഡിക്ലറേഷൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അത് CUTന്റെ വെബ്സൈറ്റിൽ അത് വർക്ക് ആവും, അത് പോവും. പക്ഷേ കമ്മിങ് ടു ദി ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ്, നമ്മൾ ഇപ്പം നമ്മുടെ കയ്യിൽ ആ ഒരു ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ ഡിക്ലറേഷൻ വെച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ അഡ്മിഷൻ കിട്ടി, സീറ്റ് അലോക്കേറ്റ് ആയതിനു ശേഷം അവര് ഒരു ഓൺലൈൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തും. ഈ ഓൺലൈൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തുമ്പം അവർ നമ്മൾ അപ്ലോഡ് ചെയ്ത ഓരോ ഡോക്യുമെന്റ്സും അവർ ക്രോസ് ചെക്ക് ചെയ്യും. അപ്പൊ ഈ ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് വെൻ ദേ കം ടു നോ ദാറ്റ് ദിസ് ഇസ് നോട്ട് ദ ആപ്റ്റ് എന്താ പറയാ NCL അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് സൈൻ ബൈ തഹസിൽദാർ, അവരപ്പം എന്താ ചെയ്യുന്ന ഒരു ക്വയറി റേസ് ചെയ്യും. ആ ക്വയറി റേസ് ചെയ്യുമ്പോഴത്തേക്കും എന്താ പറയുന്നത്, നമ്മള് തഹസിൽദാർ ഇഷ്യൂ ചെയ്ത പുതിയ ആനുവൽ ഫിനാൻഷ്യൽ ഇയറിലെ EWS അല്ലെങ്കിൽ NCL സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓൺലൈൻ വെരിഫിക്കേഷന്റെ സമയത്ത് ഈ തഹസിൽദാർ സൈൻ ചെയ്ത NCL അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആണ്, അതും പുതിയ ഫിനാൻഷ്യൽ ഇയറിൽ. അവിടെ നമുക്ക് എന്താ പറയാ ഒരു ഡിക്ലറേഷൻ കൈൻഡ് ഓഫ് തിങ് ഒന്നും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്ക് അറിയണം ഈ കുട്ടി എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത്. ആ ഒരു റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷനിലേക്ക് ആ ഒരു കുട്ടി എലിജിബിൾ ആണോ അല്ലയെന്ന് അറിയണം. അപ്പം അവർക്ക് ആകെ അറിയുള്ള വഴി എന്ന് പറഞ്ഞാൽ ആ ഒരു ഗവൺമെന്റ് അതോറിറ്റി സൈൻ ചെയ്ത ഡോക്യുമെന്റ് ആണ്. അപ്പം ആ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്, റിസർവേഷന്റെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് തഹസിൽദാർ സൈൻ ചെയ്ത റിസർവേഷൻ ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു NCL സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ അത് മാൻഡേറ്ററി ആയിട്ടും അഡ്മിഷന്റെ ടൈമിൽ ഈ കോളേജിന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിന്റെ അഡ്മിഷന്റെ സമയത്ത് പുതിയ ഫിനാൻഷ്യൽ ഇയറിലെ തഹസിൽദാർ സൈൻ ചെയ്ത ഈ റിസർവേഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതും പുതിയ ആനുവൽ ഇയർ ഫിനാൻഷ്യൽ ഇയറിൽ April 1, 2025 ശേഷം ഇഷ്യൂ ചെയ്ത തഹസിൽദാർ സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് തന്നെയായിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നത്. ഇപ്പം DUന്റെ ഒക്കെ കേസിലാണെങ്കിൽ ഈ ക്വയറി നിങ്ങൾ യൂണിവേഴ്സിറ്റി റൈസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ അഡ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം തരും, അതിനുള്ളിൽ അഡ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് റിജക്റ്റഡ് ഡയറക്ട്ലി. നമ്മളുടെ സീറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പ്രൊസീജിയർ ഓൺലൈൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയിരിക്കും. അപ്പൊ ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ നിങ്ങൾ ഒന്ന് എപ്പോഴും നിങ്ങൾ ബാക്ക് ടു ബാക്ക് നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങളുടെ ക്വറി ബോക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ. എന്തെങ്കിലും ക്വറി വന്നിട്ടുണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്ത് ക്ലിയർ ചെയ്യണം. കാരണം ക്ലിയർ ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ അവര് അത് റിജക്ട് ചെയ്യും. ഇൻ കേസ് ഓഫ് ഇപ്പം ഇതൊക്കെയാണെങ്കിൽ ഈ ഒരു EWS അല്ലെങ്കിൽ NCL സർട്ടിഫിക്കറ്റിന്റെ കേസ് ആണെങ്കിൽ നിങ്ങളൊരു ടെമ്പററി ആയിട്ടുള്ള ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ ക്വയറി റേസ് ചെയ്യും. ക്വയറി റേസ് ചെയ്തിട്ട് അവർ പറയും ഇത്ര ടൈം തരും, ഇത്ര ടൈമിനുള്ളിൽ ഒരു സർട്ടിഫിക്കറ്റ് തഹസിൽദാർ സൈൻ ചെയ്ത് പുതിയ ഫിനാൻഷ്യൽ ഇയറിൽ സർട്ടിഫിക്കറ്റ് എന്തായാലും അപ്ലോഡ് ചെയ്യണം എന്നവര് ഒരു കൈൻഡ് ഓഫ് ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ വാർണിംഗ് കൈൻഡ് ഓഫ് തിങ് തരും. അപ്പൊ അതിനുള്ളിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്തായാലും യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷന്റെ അല്ലെങ്കിൽ ഓൺലൈൻ വെരിഫിക്കേഷൻ ടൈമിൽ നിങ്ങൾക്ക് തഹസിൽദാർ സൈൻ ചെയ്ത EWS അല്ലെങ്കിൽ NCL സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആണ്. അതിൽ ഇനിയിപ്പം നമുക്ക് ഡിക്ലറേഷൻ വെച്ചൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു സൂര്യഗായത്രി. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ക്യാൻ യു ടെൽ മീ സം ഗുഡ് യൂണിവേഴ്സിറ്റീസ് ടു സ്റ്റഡി ഹിന്ദി? ഹിന്ദി പഠിക്കാൻ നല്ല, ഐ ഹോപ്പ് ദിസ് ഈസ് ഫോർ BA ഹിന്ദി കാണുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ലുലു വിൽ അഡ്രസ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്താണ്? ക്യാൻ യു ടെൽ മീ സം ഗുഡ് യൂണിവേഴ്സിറ്റീസ് ടു സ്റ്റഡി ഹിന്ദി? അപ്പൊ നമ്മുടെ CUTന്റെ അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡൽഹി യൂണിവേഴ്സിറ്റി നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് BA ഹിന്ദിക്ക്. ആൻഡ് ഓൾസോ JNU, JMI, ഇതൊക്കെ നല്ല യൂണിവേഴ്സിറ്റീസ് ആണ്. പിന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഇതൊക്കെ നല്ല യൂണിവേഴ്സിറ്റീസ് ആണ്. ഇത് മൂന്നുമാണ് പോപ്പുലർ ആയിട്ട് BA ഹിന്ദിക്ക് ആണെന്നുണ്ടെങ്കിൽ
നല്ല ഓപ്ഷൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വേറെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഓൾസോ ഉണ്ട്. പിന്നെ അടൽ ബിഹാരി വാജ്പേയി ഹിന്ദി വിശ്വവിദ്യാലയ എന്ന് പറഞ്ഞിട്ട് ഭോപ്പാലിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അതൊന്നും അത്ര പോപ്പുലർ അല്ല. പോപ്പുലർ ആയിട്ട് വരുന്നത് നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റി, പിന്നെ JNU ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഇത് മൂന്നുമാണ്. ഓക്കെ, ഡൗട്ട് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ആൻഡ് ഈ ഡൗട്ട് റേസ് ചെയ്ത ആൾക്കാരൊക്കെ എപ്പോഴും മീറ്റിംഗിൽ ഉണ്ടെന്ന് ഐ ഹോപ്പ് ദേ ആർ സ്റ്റിൽ ഹിയർ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, GT compulsory for DU? Is general test compulsory for DU? Surya Gayatri will address that question. ഷുവർ. ഇപ്പം DUന്റെ കേസിലാണെങ്കിൽ എല്ലാ കോഴ്സുകൾക്കും ഒന്നും ജനറൽ ടെസ്റ്റ് കമ്പൽസറി അല്ല. പക്ഷെ ചില കോഴ്സുകൾ വരുമ്പോഴത്തേക്ക് ജനറൽ ടെസ്റ്റ് മാൻഡേറ്ററി ആയിട്ട് വരുന്നുണ്ട്. നമ്മളിപ്പം BA പ്രോഗ്രാം എടുക്കുമ്പോൾ തന്നെ 2 എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നുണ്ട്. ഇപ്പം ഇംഗ്ലീഷും ഏതെങ്കിലും 2 സബ്ജക്റ്റിന് മാർക്ക്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ജനറൽ ടെസ്റ്റ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മാർക്ക്, ഇങ്ങനെ 2 എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നുണ്ട്. അപ്പം എന്താ പറയാ, എല്ലാ കോഴ്സുകൾക്കും മാൻഡേറ്ററി വരുന്നില്ല എങ്കിലും ചില കോഴ്സുകളിൽ ചില എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുമ്പോഴത്തേക്ക് ഇപ്പം ജനറൽ ടെസ്റ്റ് മാൻഡേറ്ററി വരുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടും CUETന്റെ ടൈമിൽ ഒരു എക്സാം അപ്പിയർ ചെയ്യുന്ന സമയത്ത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ജനറൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇപ്പൊ DUന്റെ കേസ് മാത്രമല്ല എടുക്കുന്നത്. ഇപ്പം നിങ്ങൾ DU മെയിൻ ഫോക്കസ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ വെൽ ഫൈൻ, ജനറൽ ടെസ്റ്റ് എഴുതണ്ട. നിങ്ങൾക്ക് വേണ്ട കോഴ്സിന് എലിജിബിലിറ്റി നോക്കുക. NTA വെബ്സൈറ്റിൽ യൂണിവേഴ്സിറ്റി ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് DU എടുത്തു കഴിഞ്ഞാൽ, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി എടുത്തു കഴിഞ്ഞാൽ കോഴ്സ് എലിജിബിലിറ്റിയും കാണാം. അപ്പൊ അതിന്റെ ജനറൽ ടെസ്റ്റ് മാൻഡേറ്ററി ആണോ അല്ലയോ എന്നുള്ളത് ഓരോ കോഴ്സിനും മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ പേപ്പറാ വേണ്ടതെന്നുള്ളത്. പക്ഷെ വേറെയുള്ള യൂണിവേഴ്സിറ്റി, ഇപ്പം DU മെയിൻ ആണ്, പക്ഷെ കുറച്ച് ബാക്കപ്പും കൂടെ നമുക്ക് വേണമല്ലോ. അവിടെ കിട്ടിയില്ലെങ്കിൽ വേറൊരു യൂണിവേഴ്സിറ്റി എന്നുള്ളതിൽ. അപ്പം നമ്മുടെ ചില സെൻട്രൽ യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ, അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്, അവിടെയൊക്കെ ഒട്ടുമിക്ക കോഴ്സുകൾക്കും ജനറൽ ടെസ്റ്റ് മാൻഡേറ്ററി ആയിട്ട് വരുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടും ജനറൽ ടെസ്റ്റ് നമ്മൾ CUET എഴുതുമ്പോഴത്തേക്ക് ജനറൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന നല്ലതാണ്. പക്ഷെ DU മെയിൻ ഫോക്കസ് ചെയ്യണമെങ്കിൽ ജനറൽ ടെസ്റ്റ് എല്ലാത്തിനും ഒന്നും മാൻഡേറ്ററി അല്ല. BA പ്രോഗ്രാം, BSc പ്രോഗ്രാം, അങ്ങനെയുള്ള ചില കോഴ്സുകൾക്ക് മാത്രമേ, കോമ്പിനേഷൻസിനൊക്കെ മാത്രമേ ജനറൽ ടെസ്റ്റ് മാൻഡേറ്ററി ആയിട്ട് വരുന്നുള്ളൂ. അപ്പം അതൊരു കാര്യമാണ്. പിന്നെ എനിക്ക് ഹിന്ദിന്റെ കുറച്ചും കൂടി എനിക്ക് ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. ഇപ്പം ജാമ്യയുടെ കേസ് വരുമ്പം ജാമ്യയിൽ നമുക്ക് AEC സബ്ജക്ട് എന്ന് പറഞ്ഞൊരു സബ്ജക്ട് പഠിക്കാനുണ്ടാവും. DUലൊക്കെ ആണെങ്കിൽ AEC സബ്ജക്ട്സിൽ നമുക്ക് ഹിന്ദി, മലയാളം, പിന്നെ നമ്മുടെ തമിഴ്, ബംഗാളി, അങ്ങനെ കുറച്ച് സബ്ജക്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ ജാമ്യയിൽ വരുമ്പം ഉറുദു മാൻഡേറ്ററി ആണ്. ഉറുദു ഏത് സബ്ജക്ട് എടുത്താലും, ഹിന്ദി എടുത്താലും, എക്കണോമിക്സ് എടുത്താലും, ജോഗ്രഫി എടുത്താലും നമ്മൾ ഉറുദു മാൻഡേറ്ററി ആയിട്ട് പഠിക്കണം AECയിൽ. അപ്പം ഉറുദു പഠിക്കാനൊക്കെ തയ്യാറായിട്ടുള്ള ഒരാളാണെങ്കിൽ ജാമ്യയിൽ ഹിന്ദി എടുക്കുന്നത് എന്തുകൊണ്ടും ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പിന്നെ DUയിൽ ഹിന്ദി നോക്കുമ്പം കോളേജ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ഓരോ കോളേജിലെയും ഡിപ്പാർട്ട്മെന്റ് നല്ലതാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചിട്ട് ഹിന്ദിക്ക് പ്രൊസീഡ് ചെയ്യാം. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയും ജാമ്യയും അലിഗഡും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം അത് ഏതൊരു കോഴ്സിനും, ഇപ്പം DUന്റെ തന്നെ ഏതൊരു കോഴ്സിനും നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അലോട്ടായി വരുന്ന കോളേജിലെ നിങ്ങൾക്ക് കിട്ടിയ കോഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റ് നല്ലതാണോ അല്ലെന്ന് ഒന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് ഫർദർ നിങ്ങൾ പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, ഐ ഗെസ് ബോത്ത് ആർ ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പം അടുത്തത് വന്നിട്ടുള്ളത്, CUET മാർക്ക് ഔട്ട് ആയ ശേഷമാണോ ഇൻഡിവിജ്വൽ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പം സൂര്യ ഗായത്രി യു കൻ അഡ്രസ് ദാറ്റ്, റൈറ്റ്? ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പം CUET മാർക്ക് ഔട്ട് ആയ ശേഷമാണോ യൂണിവേഴ്സിറ്റി സെലക്ട്, ലൈക്ക് എന്താ പറയാ, ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഓപ്പൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് CUETന്റെ ആപ്ലിക്കേഷൻ ടൈമിൽ നമുക്കൊരു പ്രിഫറൻസ് ഫില്ലിംഗ് ഉണ്ടാവും. യൂണിവേഴ്സിറ്റി കോഴ്സ് പ്രിഫറൻസ് ഫില്ലിംഗ് ഉണ്ടാവും. അത് സബ്മിറ്റ് ചെയ്തതിനു ശേഷം ഓരോ യൂണിവേഴ്സിറ്റിക്കും അവരുടേതായ ആപ്ലിക്കേഷൻ ഫോംസ് ഉണ്ടാവും. ഈ ആപ്ലിക്കേഷൻ ഫോംസ് ഔട്ട് ആവുന്ന ടൈം എന്ന് പറഞ്ഞാല്, ചില യൂണിവേഴ്സിറ്റീസ് നമ്മുടെ റിസൾട്ട് വന്നതിന് ശേഷം, CUETന്റെ റിസൾട്ട് അനൗൺസ് ചെയ്തതിന് ശേഷമായിരിക്കും ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ചെയ്യുക. ചില യൂണിവേഴ്സിറ്റീസ് അവരുടെ എന്താ പറയാ, ഫസ്റ്റ് ഫേസ് ഓഫ് ആപ്ലിക്കേഷൻ, നമ്മുടെ ഈ ഒരു റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഡേറ്റ് പറയല്ലോ, ആ ഡേറ്റിന്റെ ഒരു അറൗണ്ട് വരുന്ന ഒരു മുന്നത്തെ ഒരു ഡേറ്റിലൊക്കെ ആയിരിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. എന്തായാലും ഒരു റിസൾട്ട് വരും എന്ന് നമുക്ക് അറിയാവുന്ന ഒരു ഡേറ്റിന്റെ അറൗണ്ട് ഒരു ദിവസമൊക്കെ തൊട്ട് ഒരു അടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക യൂണിവേഴ്സിറ്റീസിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയോ ഇല്ലെന്ന്. മെജോറിറ്റി ഓഫ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസും റിസൾട്ട് വന്നതിന് ശേഷമാണ് അവര് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത്.
പക്ഷെ ചില യൂണിവേഴ്സിറ്റീസ് ഈ റിസൾട്ട് വരുന്നതിന്റെ ഡേറ്റിന്റെ അറൗണ്ട് ആയിട്ടുള്ള ചില അടുത്ത ദിവസങ്ങളിലൊക്കെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണുന്നുണ്ട്. നമ്മുടെ ഇപ്പം കഴിഞ്ഞ 3 സെൻട്രൽ യൂണിവേഴ്സിറ്റി CUET-യുടെ ഇതെടുക്കുവാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു കേസ് കാണാൻ പറ്റുന്നുണ്ട്. ക്ലിയർ അല്ലേ അത്? ഓക്കെ, താങ്ക് യു. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, സയൻസ് ഓപ്റ്റ് ചെയ്ത് സിവിൽ സർവീസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഓക്കെ, അപ്പം ലുലു അത് അഡ്രസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ലുലു യു ക്യാൻ. ആൻഡ് ഓൾസോ ഞാൻ പറയുന്ന സമയത്ത് സൂര്യഗായത്രിക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യൂ കേട്ടോ. ഓക്കെ, സോ സയൻസ് ഓപ്റ്റ് ചെയ്ത് സിവിൽ സർവീസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? സോ സയൻസ് ഓപ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് ഇയാൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം സയൻസ് ചെയ്താൽ എങ്ങനെ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാന്നാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇവിടെ ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ എന്തുണ്ട്, കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് ഓൺലൈൻ കോച്ചിങ്സ് ഓൾസോ എന്താണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെയെന്നല്ല, നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ഓൺലൈൻ കോച്ചിങ് ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ സയൻസ് ഓപ്റ്റ് ചെയ്ത് നമ്മൾ സിവിൽ സർവീസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സയൻസ് അറിയാലോ, അത്യാവശ്യം വാസ്റ്റ് ആണ്. നമ്മുടെ ടോപ്പിക്സ് ആണെന്നുണ്ടെങ്കിലും ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം വാസ്റ്റ് സിലബസ് ആയിരിക്കും ഉണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് ഹോണേഴ്സ് കോഴ്സ് കൂടിയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എന്താ നമുക്ക് പഠിക്കാൻ നമ്മുടേത് കാര്യങ്ങൾ തന്നെ അത്യാവശ്യം ഉണ്ടാവും. ആൻഡ് ഓൾസോ അതിന് കൂടെ ഇയാൾക്ക് സിവിൽ സർവീസ് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൂടെ തന്നെ എന്ത് ചെയ്യുക, എന്തെങ്കിലും കോച്ചിങ്സോ കാര്യങ്ങളോ എടുത്തിട്ട് കൊണ്ടുപോവുക. പിന്നെ നമ്മൾ ഈ ഇങ്ങനെയുള്ള നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലത്തെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ വന്ന് നമ്മൾ ഇവിടെ ഒരു സയൻസ് ഒക്കെ ഓപ്റ്റ് ചെയ്ത് പിന്നെ സിവിൽ സർവീസിന് പഠിക്കുന്നത് ഒരു ബെനിഫിറ്റ് എന്താന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഈ ഒരു ഇപ്പൊ നമ്മൾ ഇവിടെയൊക്കെ സിവിൽ സർവീസിനായിട്ട് കോച്ചിങ്ങിന് വരുന്ന പലരും ഉണ്ട് അല്ലേ. എന്താ നമ്മുടെ പ്രോഗ്രാംസ് അണ്ടർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ UG PG ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നവരുണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇവിടുത്തെ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ബുദ്ധിമുട്ടായിട്ട് ചിലവർക്കൊക്കെ ഫീൽ ചെയ്തതായിട്ട് കേട്ട് വരാറുണ്ട്. ഈ ഒരു സിവിൽ സർവീസ് ക്രാക്ക് ചെയ്തവരായിക്കോട്ടെ, ഈ ഒരു കോച്ചിങ്ങിന് പോകുന്നവരായിക്കോട്ടെ. നേരെ മറിച്ച് നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഈ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ട് ഒന്ന് ഫെമിലിയർ ആയി കഴിഞ്ഞാൽ, നമ്മൾ ഹിന്ദിക്ക് ഒന്ന് കുറച്ച് അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഇവിടെ കോച്ചിങ് സെന്ററിലൊക്കെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റും. ആ ഒരു നമ്മൾ ഓൾറെഡി ഇവിടെ ഫെമിലിയർ ആയല്ലോ, അപ്പൊ നമുക്ക് അതിനനുസരിച്ചിട്ട് ഇവിടെ പഠിച്ചു പോകാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകളിലാണെങ്കിൽ തന്നെ എന്താ സയൻസ് എടുത്തിട്ട് സിവിൽ സർവീസിന് സൈഡിൽ ട്രൈ ചെയ്യുന്ന പലരും ഉണ്ട്. ഓക്കെ, സോ അത് നിങ്ങളുടെ കാപ്പബിലിറ്റി അനുസരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും, ഇയാൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സിവിൽ സർവീസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം സയൻസ് സ്ട്രീം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോണ്ട് വെറി, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ആൻഡ് ഓൾസോ ഇപ്പൊ തന്നെ സിവിൽ സർവീസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു മേഖലയ്ക്ക് പോകുന്നത് കൊണ്ടും പ്രശ്നമില്ല. സയൻസ് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ സയൻസ് എടുക്കുക. എന്നിട്ട് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു UG കംപ്ലീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ UGയോട് കൂടെ തന്നെ എന്ത് ചെയ്യുക, സിവിൽ സർവീസിന് കോച്ചിങ് ഒക്കെ ചെയ്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ is about books. Is there any reference books preferred for CUET preparation? Also നമ്മളിപ്പോ ഇത് കുറെ ആയി, അപ്പൊ നമുക്ക് വേഗം തീർക്കാം. നമുക്ക് എല്ലാ ക്യൂറീസും ഒന്ന് അഡ്രസ് ചെയ്യണം. അപ്പം ജസ്റ്റ് ഷോർട്ട് ആൻസേഴ്സ് കിറ്റ് ടു ദ പോയിന്റ്, അങ്ങനെ ആക്കാൻ നോക്കാം കേട്ടോ. അപ്പം റെഫറൻസ് ബുക്സിനെ പറ്റിയിട്ടാണ് CUET പ്രിപ്പറേഷനെ പറ്റിയിട്ട്. ലുലു ക്യാൻ ഓക്കെ, നിങ്ങൾ ആരെങ്കിലും അഡ്രസ് ചെയ്യൂ. ഓക്കെ, ബേസിക്കലി റെഫറൻസ് ബുക്ക് എന്റെ പേഴ്സണൽ വ്യൂവിലാണെങ്കിൽ റെഫറൻസ് ബുക്കിന്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇപ്പൊ ജനറൽ ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക്, നമ്മുടെ കരിയർ ലോഞ്ചർ, അരിഹന്ത്, അങ്ങനെ കുറച്ച് പബ്ലിക്കേഷൻസിന്റെ ബുക്കുകളൊക്കെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ CUET പ്രീവിയസ് ഇയർ നോക്കാം. അല്ലാണ്ട് റെഫറൻസ് ബുക്കായിട്ട് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ NCERT സിലബസ് ആണ്. CUET സിലബസ് ഫോളോ ചെയ്യുന്നത്. അപ്പം NCERT സിലബസ് +2 NCERT സിലബസ് ഫോളോ ചെയ്യുന്നത്. അപ്പം അത് മാക്സിമം വൃത്തിക്ക് പഠിക്കുക, അത് ഫോളോ ചെയ്യുക. ആ ഒരു NCERT +2 സിലബസ് ഫോളോ ചെയ്താൽ മതി. കോൺസെപ്റ്റ് ഒക്കെ വൃത്തിയായിട്ട് അറിയാമെങ്കിൽ വലിയ ടെൻഷന്റെ ആവശ്യമില്ല. ആകെ റെഫറൻസ് ബുക്ക് CUET പ്രിപ്പറേഷൻ യൂസ് ചെയ്യേണ്ടത് ജനറൽ ടെസ്റ്റിന് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷിന്റെ ഒരു കേസിലൊക്കെ മാത്രമേ വരുന്നുള്ളൂ. അല്ലാണ്ട് മറ്റുള്ളതിനൊക്കെ നമ്മുടെ ഇത് മാത്രം മതി, NCERT സിലബസ് നമുക്ക് തറോ ആയിരുന്നാൽ മതി. ഓക്കെ, അപ്പം അത് അഡ്രസ്ഡ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് PG ക്വസ്റ്റ്യൻസ് ഇതിൽ വരുന്നുണ്ട്. ബട്ട് നമ്മൾ ഈ ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ജസ്റ്റ് ഫോർ UGന്റെ ഒരു ഐഡിയാസിനാണ്. ബട്ട് ഡോണ്ട് വെറി, നിങ്ങളുടെ PG ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് ഒക്കെ ഇഷ്യൂ അഡ്രസ് ചെയ്തിട്ട് വേറൊരു സെഷൻ എന്തായാലും പ്രിപ്പയർ ആവുന്നതാണ്. സോ ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. അപ്പം ഇനി നമുക്ക് വരുന്നത് ഒരു
Aishwarya Sajid ചോദിച്ചിട്ടുണ്ട്, I'm currently doing A levels in Central Africa, Cambridge syllabus, and my final exams in the month of May, June 2025. Let's still be able to take that CUET exam without physically being there to write the exam. So is there any other option like management quotas or NRI quotas? So I think Surya Gayatri can address that question. Yeah. ആക്ച്വലി ഈ അബ്രോഡ് സ്റ്റുഡൻസിന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അവിടെ സെന്റേഴ്സ് ഉണ്ടാവും. നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുമ്പം നിങ്ങളുടെ കൺട്രിയിൽ ഏത് കൺട്രിയിലാണോ നിങ്ങളിപ്പം കറന്റ്ലി റിസൈഡ് ചെയ്യുന്നത് ആ കൺട്രീസിൽ എന്താ പറയാ കറന്റ്ലി സെന്റേഴ്സ് ഉണ്ടാവും. അപ്പൊ ആ സെന്റേഴ്സ് ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഇത് വരിക, സെന്റർ വരിക. പക്ഷേ അവിടെ മാൻഡേറ്ററി ആയിട്ടും ഓഫ്ലൈൻ എവിടെയാണോ നിങ്ങൾക്ക് സെന്റർ അലോട്ട് അയക്കുന്നത് ആ സെന്ററിൽ പോയി മാൻഡേറ്ററി അറ്റൻഡ് ചെയ്യണം. അല്ലാണ്ട് വേറെ ഒരു NRI കോട്ട അല്ലെങ്കിൽ മാനേജ്മെന്റ് കോട്ട എന്നുള്ളൊരു ഓപ്ഷൻ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ BHUല് ചില കോഴ്സുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അല്ലാണ്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊന്നും NRI മാനേജ്മെന്റ് കോട്ട എന്നുള്ളതില്ല. നമുക്ക് നമ്മൾ റിസൈഡ് ചെയ്യുന്ന കൺട്രിയിൽ സെൻട്രൽ ലോട്ടായി വന്ന് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പിൽ നമുക്കൊരു സെൻട്രൽ ലോട്ടായി വന്നു കഴിഞ്ഞാൽ ആ ഒരു ഓഫ്ലൈൻ ആയിട്ട് ആ ഒരു സെന്ററിൽ പോയി മാൻഡേറ്ററി അറ്റൻഡ് ചെയ്യണം. അല്ലാണ്ട് വേറൊരു അവൈലബിൾ ഓപ്ഷൻ നമുക്ക് അവിടെ ഇല്ല. ഇപ്പം മെയ് ജൂണിലാണ് എക്സാം എങ്കിലും നമുക്ക് ഒരു റിസൾട്ട് യെറ്റ് ടു ഡിക്ലെയർ എന്നുള്ള ഒരു ഓപ്ഷൻ CUET ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യെറ്റ് ടു അപ്പിയർ ഫോർ ദ എക്സാം എന്ന് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാവുന്നതാണ്. So I guess it's clear. If it should the answer to be in English, so that you can let me know whether it is to be conveyed in English. Okay. So അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് BA in language studies എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്? സോ ബേസിക്കലി എനിക്ക് തോന്നുന്നത് അവർ ചോദിക്കുന്ന അബൌട്ട് ദ സബ്ജക്ട്സ് പേപ്പേഴ്സ് സെലക്ടഡ് ഫോർ ദ എക്സാംസിന് ഏതൊക്കെയാണ് പേപ്പേഴ്സ് സെലക്ട് ചെയ്യേണ്ടതായിരിക്കും. ഫോർ എക്സാമ്പിൾ BA സ്പാനിഷ്, അപ്പം സൂര്യ ഗായത്രി വിൽ അഡ്രസ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഓക്കെ, സോ ഓരോ യൂണിവേഴ്സിറ്റീസിന്റെയും ലാംഗ്വേജ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ലാംഗ്വേജ് കോഴ്സസിന്റെ അഡ്മിഷന് പല പല എലിജിബിലിറ്റി ആയിരിക്കും. So I guess as I mentioned before, you can refer to CUET like NTA's website, CUET UG website, and there'll be an option like universities, so that you can go to that and you can check on which all universities are providing Spanish or whatever language courses, and then you can see on the eligibility criteria. അവിടെ എലിജിബിലിറ്റി പേപ്പേഴ്സ് ഏതൊക്കെ അപ്പിയർ ചെയ്തിരിക്കണം എന്നുള്ളത് സ്പെസിഫിക്കലി മെൻഷൻഡ് ആയിരിക്കും കോഴ്സിന്റെ സൈഡിൽ തന്നെ. CUET NTA CUETയുടെ വെബ്സൈറ്റ്, CUET UG വെബ്സൈറ്റ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അറിയാവുന്നതാണ് ഏതൊക്കെ ലാംഗ്വേജുകൾക്ക് അല്ലെങ്കിൽ ഏതൊക്കെ ലാംഗ്വേജ് കോഴ്സിന് ഏതൊക്കെ പേപ്പേഴ്സ് ആണ് വേണ്ടത് എന്നുള്ളതൊക്കെ. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. അപ്പം അടുത്തത് നാഫിൽ ചോദിച്ചിട്ടുണ്ട്, ഇസ് ദർ എനി റിസർവേഷൻ ഫോർ PG ഇൻ ദ ഡൽഹി യൂണിവേഴ്സിറ്റി ഫോർ കാൻഡിഡേറ്റ്സ് ഹവ് ഓൾറെഡി കംപ്ലീറ്റഡ് UG ഫ്രം ഡൽഹി? സോ ബേസിക്കലി നമ്മുടെ റിസർവേഷൻ ഉണ്ടാവുമെന്ന് ചോദിച്ചിരിക്കുന്നത്. യെസ്, റിസർവേഷൻ ഉണ്ട്. അവർ അതിന്റെ കാറ്റഗറി ബേസ്ഡ് ആയിട്ടുള്ളൊക്കെ ഇനി പറയുന്നതാണ് ഈ വർഷത്തേക്കുള്ള. സോ ഓൾറെഡി റിസർവേഷൻ ഉള്ളതാണ്. ആൻഡ് ലാസ്റ്റ് ആയിട്ടുള്ള നമ്മളെ ക്വസ്റ്റ്യൻ, ബെസ്റ്റ് കോളേജസ് ഇൻ DU ഫോർ BSc കെമിസ്ട്രി. സോ യാ, ലുലു ക്യാൻ അഡ്രസ് ദാറ്റ്. ഓക്കെ, ബെസ്റ്റ് കോളേജസ് ഫോർ BSc ഹോണേഴ്സ് കെമിസ്ട്രി. BSc ഹോണേഴ്സ് കെമിസ്ട്രി ആണ് ഇവിടെ മോസ്റ്റ് ഓഫ് ദ കോളേജസും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിനുള്ള നല്ല കോളേജസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഐ പ്രിഫർ ഹിന്ദു കോളേജ്, ദെൻ മിറാണ്ട ഹൗസ് ഫോർ വിമൻ ആണെന്നുണ്ടെങ്കിൽ മിറാണ്ട ഹൗസ് ഉണ്ട്, ദെൻ ഹൻസ്രാജ് കോളേജ്, സെന്റ് സ്റ്റീഫൻസ് കോളേജ്, പിന്നെ KMC, പിന്നെ ഡോളട്രാം കോളേജ്. ഇതൊക്കെ നോർത്ത് ക്യാമ്പസിൽ വരുന്നതാണ്. പിന്നെ സൗത്ത് ക്യാമ്പസിൽ വരുന്ന തന്നെ ശ്രീ വെങ്കിട്ടേശ്വര കോളേജ് ഉണ്ട്. അതുപോലെ തന്നെ ഓഫ് ക്യാമ്പസ് ആയിട്ട് വരുന്ന DDUC ദീൻദയാൽ ഉപാധ്യായ കോളേജ്, പിന്നെ നോർത്ത് ക്യാമ്പസിൽ വരുന്ന രാംജാസ് കോളേജ്, ആചാര്യ നാരാദേവ് കോളേജ്. ഇതൊക്കെ എന്താണ് നല്ല കോളേജസ് ആണ് BSc കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊരു കാര്യം എന്ന് വെച്ചാൽ കട്ട് ഓഫ്സ് ഇപ്രാവശ്യം അത്യാവശ്യം നോർത്ത് ക്യാമ്പസിലൊക്കെ നമ്മുടെ മല്ലു സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പേ നമ്മൾ വന്ന ആ ഒരു സമയത്തൊക്കെ നോർത്ത് ക്യാമ്പസ് ആഗ്രഹിച്ച് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടിയ സ്റ്റുഡൻസിന്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അത്യാവശ്യം ഹൈ സ്കോർ വേണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നല്ല ഫോക്കസ്ഡ് ആയിട്ട് ഡിറ്റർമിൻഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് നല്ല കോളേജസിൽ എത്തിപ്പെടാൻ പറ്റുന്നതാണ്. ഇനി സൗത്ത് ക്യാമ്പസിലുള്ള കോളേജസ് ആണെങ്കിലും നല്ല കോളേജസ് അല്ല എന്നല്ല, എല്ലാം ഒന്നിനൊന്ന് നല്ലതാണ്. ഓക്കെ, എല്ലാം ഉത്തമമായിട്ടുള്ള കോളേജസ് ആണ്. സോ നല്ല രീതിയിൽ ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾ വിചാരിച്ച കോളേജിൽ വിചാരിച്ച കോഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.
ഓക്കെ, സോ താങ്ക്സ് ഫോർ എവറിത്തിങ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഇത്രയല്ലേ ഉള്ളൂ ക്യൂറീസ്, എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം താങ്ക് യു ടു ലുലു ആൻഡ് സൂര്യഗായത്രി നമ്മുടെ ക്യൂറീസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അവരുടെ എക്സ്പീരിയൻസസും എക്സ്പോഷറും ഒക്കെ ഇത്രയും ടൈമിൽ നമുക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത്. ആൻഡ് താങ്ക് യു ഫോർ എവറി വൺ ഫോർ ജോയിനിങ് ഇൻ വിത്ത് us ആൻഡ് ഇൻ ദിസ് സെഷൻ. ആൻഡ് ഓൾസോ വൺസ് അഗെയിൻ ഐ എം താങ്കിങ് എൻലേൺ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നിരുന്നത്. ബിക്കോസ് നമ്മുടെ എക്സ്പീരിയൻസസ് ഒക്കെ നമുക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് പറയാൻ പറ്റുന്നത് ഇറ്റ്സ് എ ബിഗ് തിങ്. ആൻഡ് ഓൾസോ വാട്ട് ദേ ബീൻ ഡൂയിങ് ഫോർ ദ ലാസ്റ്റ് 2 years ഇറ്റ്സ് ഓൾസോ എ ബിഗ് തിങ്. നമുക്ക് ഇങ്ങനത്തെ ഫ്രം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നിട്ട് നമുക്ക് ഈ ഒരു ഗൈഡൻസ് കിട്ടുക അല്ലെങ്കിൽ ഈ ഒരു മെന്റർഷിപ്പ് കിട്ടുക വിത്ത് കോച്ചിങ് ഇസ് ബിഗ് തിങ്. അപ്പം ഈ കഴിഞ്ഞ വർഷം അവർ ചെയ്ത അക്കാഡമിക് സക്സസ് വെച്ചിട്ട് തന്നെ ഈ വർഷവും നിങ്ങൾക്ക് ഈ ഒരു ഗൈഡൻസും ഈ ഒരു അവരുടെ എക്സെപ്ഷൻ ആയിട്ടുള്ള ഫാക്കൽറ്റീസും കാരണം ഇത് ബെനിഫിറ്റ് ആവട്ടെ ഫോർ ഓൾ ദ സ്റ്റുഡൻസ് ഹു ഹാവ് ബീൻ പ്രിപ്പയറിംഗ് ഫോർ ദ UG and PG entrance exam. Yeah, and that's it. So thank you everyone for joining in with us. Thank you Unlearn. Thank you Lulu and Saurigayatri and all the participants here. Yeah, that's it. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ക്യൂരീസ് ഉണ്ടെങ്കിൽ അതിപ്പം ചോദിക്കാവുന്നതാണ്, ലൈക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. That's it. ഓക്കെ, അപ്പൊ വേറെ ക്യൂരീസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ആ പറഞ്ഞോളൂ. മാഡം, ഞാനിപ്പോ ഒരു ചെറിയ കൺഫ്യൂഷനിലാണുള്ളത്. അത് ഏത് ചൂസ് ചെയ്യണം എന്നുള്ള. അപ്പൊ നമുക്ക് 2 ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ഇപ്പോ 2 കോഴ്സ് അങ്ങനെ ഓപ്ഷൻ കൊടുക്കാൻ പറ്റുമോ? ആ, 2 കോഴ്സും ഒക്കെ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതൊക്കെയാണ് കോഴ്സ് വേണ്ടത് അതൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ എക്സ്പെഷ്യലി DUന്റെ കാര്യത്തിലല്ലേ കമന്റ് ചോദിക്കുന്നത്? ബോക്സിൽ ചോദിച്ചിരുന്നു. അല്ല, ഞാൻ മൊത്തത്തിൽ CUT ആണ് ചോദിക്കുന്നത്. അപ്പോ BA ഇൻ സ്പാനിഷ്, അതേപോലെ തന്നെ BSc കെമിസ്ട്രി, ഇപ്പൊ രണ്ടും എനിക്ക് താല്പര്യമുള്ള ഒരു മേഖലയാണ്. അപ്പോ ഏതാന്നുള്ളത് ഞാൻ ഇപ്പോഴും ഫൈനൽ ആക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെ ആവുമ്പോ 2 ആപ്ലിക്കേഷൻ വെച്ചാണ് കൊടുക്കേണ്ടത് അതോ? യെസ്, 2 ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഒരേ ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കോഴ്സസ് സെലക്ട് ചെയ്യാം. ഒരുപാട് കോഴ്സസും ഒരുപാട് കോളേജസും സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ ഏതാണ്, സെക്കൻഡ് ഓപ്ഷൻ ഈ കോളേജ് ഈ കോഴ്സ്, അങ്ങനെ വെവ്വേറെ ആയിട്ട് സെലക്ട് ചെയ്യാം. ഇറ്റ്സ് ലൈക്ക് നമ്മൾ നാട്ടില് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കൂലേ, അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു കോളേജ് ഒരു കോഴ്സ് ഇങ്ങനെ 1, 2, 3 ആയിട്ട് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? Okay, yeah, that's it. And is there any number? Okay, number ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഫോർ BSc സൈക്കോളജി എന്ന് പറഞ്ഞൊരു ക്വയറി വന്നിട്ടുണ്ട്. ഹലോ, പറഞ്ഞോളൂ ഐശ്വര്യ. എന്റെ എക്സാം ഇവിടെ നടക്കുന്നത് മെയ് ജൂണിലാണ്. CUET എക്സാം ഏപ്രിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ എനിക്ക് അവിടെ ഫിസിക്കലി ആയിട്ട് വന്നിട്ട് എക്സാം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അല്ലെങ്കിൽ ഞാനൊരു ഗ്യാപ്പ് ഇയർ എടുത്തിട്ട് എക്സാം എഴുതേണ്ടി വരും. അതുകൊണ്ട് അതെന്നാ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല. ഐശ്വര്യ ആണോ ലൈക്ക് പുറത്ത് പഠിക്കുന്ന ആള്? ഞാൻ പുറത്ത് പഠിക്കുക, ആഫ്രിക്കയിൽ പഠിക്കുക. ഓക്കെ, അപ്പം സൂര്യഗായത്രി അത് ഓൾറെഡി അഡ്രസ് ചെയ്തല്ലായിരുന്നോ? ഐ തിങ്ക് ഷീ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ് ടു യു അഗെയിൻ. ഞാനത് ഓൾറെഡി അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് കറന്റ്ലി whenever you are filling the application form for CUET, you'll be having an option kind of you are yet to appear for the exam or the result is not being declared. So അപ്പം നമ്മൾ yet to appear for the exam അല്ലെങ്കിൽ റിസൾട്ട് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ഫെർദർ ആപ്ലിക്കേഷൻ ഫോം അത് വെച്ച് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. പിന്നെ സിറ്റീസിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ സെന്റർ ഓപ്റ്റ് ചെയ്യാനുള്ള സ്ഥലത്ത് നിങ്ങളിപ്പം ഒരു പുറത്ത് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളുടെ കൺട്രി നിങ്ങൾ എവിടെയാണോ റിസൈഡ് ചെയ്യുന്നത്, കൺട്രി വേർ യു ആർ റിസൈഡിങ്, there will be centers provided or allotted by the NTA. So ഇപ്പം നിങ്ങൾ ആ ഒരു സെന്റർ എടുക്കുവാണെങ്കിൽ you can appear your exam to that center which is being allotted in your country. നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ സെന്റർ ആ ഒരു കൺട്രിയിൽ എവിടെയാണോ വന്നേക്കുന്നത് അവിടെ പോയി കൊടുക്കാം. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ വന്ന് തരണം എന്നൊന്നുമില്ല. ഇന്ത്യയിൽ തന്നെ വന്ന് CUT എഴുതണമെന്നില്ല. ഏതൊരു കൺട്രിയിലാണോ നിൽക്കുന്നത് അവിടെ ഏത് സെന്റർ ആണോ തന്നേക്കുന്നത് അത് ഓപ്ഷൻ വെച്ച് ആ ഒരു സെന്ററിൽ പോയി എഴുതാൻ പറ്റും. Okay, thank you. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ക്യൂറീസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാവുന്നതാണ്. Okay, let's wait for some time and let's see if anyone has any questions. ഇതിലൊരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്, ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഫോർ BSc
psychology. Yeah. ഇവിടെ തന്നെ ഉണ്ടോ? ബെസ്റ്റ് ആ ഒരു ഇൻഫർമേഷൻ എന്തായാലും തരാം. ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഫോർ BSc സൈക്കോളജി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ DUനുപരി നമ്മൾ വേറെ യൂണിവേഴ്സിറ്റീസും പ്രിഫർ ചെയ്യാറുണ്ട്. BSc ഹോണേഴ്സ് സൈക്കോളജിക്കൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന, അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, പിന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, ഇതിനൊക്കെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റീസ് ഒക്കെയാണ് കൂടുതൽ ഐ ഗസ് ബെറ്റർ ആയിട്ടുള്ളത് BSc സൈക്കോളജിക്ക് വേണ്ടിയിട്ട്. പിന്നെ പ്രോഗ്രാം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ DUവിൽ ഓൾസോ മൾട്ടി ഡിസിപ്ലിനറി പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സൈക്കോളജി റിലേറ്റഡ് ആയിട്ട്. Okay, so that's it. നമ്മള് 9 പേരേ ഉള്ളൂ. So let's find up the all thing. So thank you everyone. നമ്മള് Nlearn Academy, again a big thanks for arranging this session and like നമുക്കൊരു opportunity തരുന്നതിന് for discussing everything. And yeah, thanks for everyone. Thanks for people who stayed till last minute. Yeah, that's it. Bye. Thank you.